അനുഗ്രഹീതമായ സുവിശേഷ യോഗങ്ങളുടെ സമാപന രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷൻ പാസ്റ്റർ എബിൻ രാജു, പ്രാർത്ഥനാധുനിയുടെ ഇൻ്റർനാഷണൽ ഡയറക്ടറായിരിക്കുന്ന ക്രിസ്തുവിൽ ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയേൽ, ഈ പ്രാർത്ഥനാധ്വനിയുടെ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ സാബു, ഇവിടെ ആശംസകൾ നേർന്ന ഇവാഞ്ചലിസ്റ്റ് സണ്ണി കേസി, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന പ്രായം കൊണ്ടും പക്വത കൊണ്ടും ശുശ്രൂഷ പരിചയം കൊണ്ടും ഏറ്റവും അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ കെ എ ഫിലിപ്പ്, പാസ്റ്റർ വി എം ജേക്കബ്, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, എൻ്റെ സഹപാഠിയായ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോജിമോൻ, മറ്റ് മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾ, ശബ്ദ സംവിധാനം എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന, ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ബിജു പാസ്റ്റർ, അദ്ദേഹം ദീർഘവർഷങ്ങൾക്ക് പിറകിൽ ഹൈറേഞ്ചിൽ ഷാരോൺ സഭകളുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ച നാളുകൾ ഓർക്കുന്നു. ആ ബഹുമാന്യനായ കർത്തൃദാസനോട് ഒരുമിച്ച് ഇന്ന് രാത്രി ഇങ്ങനൊരു ആത്മീയ കൂട്ടായ്മ കൂടാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നവർ, ലൈവ് ടെലികാസ്റ്റിലൂടെ സന്ദേശം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾ എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ അവരുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ലോകചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ലോകചരിത്രം ഭീകര സംഘട്ടനങ്ങളുടെ ചരിത്രമാണ്. ലോകചരിത്രം രക്തച്ചൊരിച്ചിലുകളുടെ ചരിത്രമാണ്. മനുഷ്യോൽപ്പത്തി മുതൽ ഇന്നുവരെ 10,000-കണക്കിന് യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. ജനകോടികൾ യുദ്ധമുഖാന്തരം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുമുണ്ട്. 2 മഹായുദ്ധങ്ങൾക്ക് ഈ ഭൂമി സാക്ഷ്യം വഹിച്ചു. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധം 100 ലക്ഷം ജനങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തു. 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം 550 ലക്ഷം ജനങ്ങളെ കാലയവനികയ്ക്കുള്ളിലേക്ക് പറഞ്ഞയച്ചു. 5.5 കോടി ജനങ്ങളെ കൊന്നുമുടിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നും മനുഷ്യൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ലോകരാജ്യങ്ങൾ ഇന്ന് അവരുടെ ആയുധപ്പുരകളിൽ കുമിച്ചു കൂട്ടിവെച്ചിരിക്കുന്ന അത്യാധുനികമായ ആയുധങ്ങൾ. പാവപ്പെട്ടവന്റെ വിയർപ്പിൽ നിന്ന് കിട്ടുന്ന വാർഷിക വരുമാനത്തിന്റെ സിംഹഭാഗവും പട്ടാളക്കാരെ തീറ്റിപ്പോറ്റാനും പ്രതിരോധ സംവിധാനങ്ങൾക്കും ആയുധ നിർമ്മാണത്തിനും ലോകരാജ്യങ്ങൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറകൾ തകർന്ന് തരിപ്പണമായി ആഗോള സാമ്പത്തിക മാന്ദ്യം പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുടെ നൂലാമാലയ്ക്കകത്തുപെട്ട് മനുഷ്യനിവിടെ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദപുസ്തകം അനധിവിദൂര ഭാവിയിൽ ഇവിടെ സംഭവിക്കും എന്ന് പറയുന്ന ഒരു മഹായുദ്ധത്തെ ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തിരുവെഴുത്തിലൂടെ ഒന്ന് പരിശോധിച്ച്, ഇത് സുവിശേഷ യോഗത്തിൻ്റെ സമാപന രാത്രിയാകയാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് പടിവാതുക്കൽ എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഒരു സമർപ്പണത്തോടെ കടന്നു പോകാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. കരവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. മൈക്ക് ഓണാക്കിയിട്ട്
അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. പ്രവാചക വരണ്യനായ സെഖര്യാവിന് നാളെയുടെ നീളയിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ കാരണമാണ് ദൈവം വെളിപ്പെടുത്തുക. ആ വിഷയത്തിലേക്ക് നാം വരുന്നതിന് മുമ്പ് ആ യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയത് എസെക്കിയേൽ പ്രവാചകനാണ്. വായിക്കേണ്ട എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 1-2 വാക്യങ്ങൾ. രോസ്, മേശക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രവാചകൻ ആ രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്നത്. റഷ്യയുടെ, ചൈനയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ചേരി ഇവിടെ തിരിയാൻ പോകുകയാണ്. അവരുടെ കൂട്ടത്തിൽ ആരൊക്കെ കാണുമെന്ന് എസെക്കിയേൽ 38:5 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്ന് രാത്രി ആരൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2, ആർക്കെതിരെയാണ് ഈ യുദ്ധം നടക്കുക? അത് ഇസ്രായേലിനെതിരെയാണ് ഈ യുദ്ധം നടക്കുക. എസെക്കിയേൽ 38:8 അതുണ്ട്. പിന്നീട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഇസ്രായേലിനെതിരെ മുൻപറഞ്ഞ രാജ്യങ്ങൾ യുദ്ധത്തിൽ നയിക്കുമ്പോൾ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ ആരൊക്കെ കാണും? എസെക്കിയേൽ 38:13 അവരാരൊക്കെ കാണും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. ആ യുദ്ധം എപ്പോഴാണ് നടക്കുക? അതല്പം ചരിത്രത്തിലൂടെ വിശകലനം ചെയ്ത് ചിന്തിക്കേണ്ടുന്നത് കൊണ്ട് ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 8 വാക്യം. എസെക്കിയേൽ 38:8. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ മതി. ശ്രദ്ധിക്കുക, ഇസ്രായേൽ ദേശം ആളുള്ള, ആരവാരമുള്ള, ജനനിബിഡമായ ഒരു സ്ഥലമായിരിക്കും. എന്നാൽ ആ ദേശനിവാസികളായ യഹൂദൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന സമയത്ത് ആ സ്ഥലം നിരന്തര ശൂന്യമായി കിടക്കും. എന്നാൽ ആ നിരന്തര ശൂന്യതയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് ദൈവം തന്റെ ജനത്തെ ആ രാജ്യത്ത് മടക്കി വരുത്തി അവർ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കാലമുണ്ടാകും. ആ കാലത്താണ് ആ യുദ്ധം നടക്കാൻ പോകുക. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ ആരംഭം എവിടെ? ചരിത്രത്തിന്റെ ഇടവഴികളിലൂടെ അവർ സഞ്ചരിച്ച മേഖലകൾ. അവർ പോയെങ്കിൽ പോകാനുള്ള കാരണമെന്ത്? ചിതറിപ്പോയ യഹൂദന്റെ അവസ്ഥ എങ്ങനെയാണ്? അവർ മടങ്ങി വന്നെങ്കിൽ എങ്ങനെ മടങ്ങി വന്നു? ഇന്ന് അവരുടെ അവസ്ഥ എങ്ങനെയാണ്? അതല്പം ചരിത്രത്തിലൂടെ നാം വിശകലനം ചെയ്യുകയാണ്. വിശ്വനാഗരികതയുടെ കളിത്തൊട്ടിലായ പ്രാചീന മെസോപ്പൊട്ടാമിയുടെ ദക്ഷിണ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഡെൽറ്റ പ്രദേശത്ത് ബഹുദൈവ വിശ്വാസത്തിൽ അടിത്തറയിട്ട നാനാറെന്ന ചന്ദ്രദേവതയ്ക്ക് പ്രതിഷ്ഠിച്ച അനുഗ്രഹീത നഗരിയായ ഊരിൽ പാർത്ത ഷേമ്യ വംശജനായ അബ്രഹാമിനെ തേജോമയനായ ദൈവം തന്റെ നിത്യ പദ്ധതിക്കായി തെരഞ്ഞെടുത്തു. മഹാദൈവത്തിന്റെ വെളിപ്പാട് അബ്രഹാമിനെ തേടിയെത്തുമ്പോൾ തനിക്ക് വെളിപ്പെട്ട ദൈവത്തെ വിശ്വാസത്താൽ അനുധാവനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. പുങ്കിയങ്കൂർ രാജാക്കന്മാരുടെ ഉത്തേജനത്താൽ ഉളവായ ആ ഹമുറബിയുടെ കനത്ത നിയമാവലികളെ ക്ഷമാസ്നേഹനെയും ഒക്കെ പാടെ പരിത്യജിച്ച് അനാർഭാടകരമായ യാഗവേദികളിൽ പൗരോഹിത്യ മര്യാദ പ്രകാരമല്ലാത്ത യാഗമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച 3 മഹാമതങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് കമനീയമായി പടുത്തുയർത്തി പണിതിരിക്കുന്ന ചരിത്ര പുരുഷനാണ് അബ്രഹാം. അബ്രഹാമിലാണ് യഹൂദന്റെ ആരംഭം. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 ആൺമക്കൾ. അതിൽ 11ാമത്തവൻ യോസേഫ് സ്വന്തം സഹോദരന്മാരാൽ വിൽക്കപ്പെട്ടവനായി, ഒറ്റപ്പെടുത്തപ്പെട്ടവനായി മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു.
കാലചക്രം ഉരുണ്ടു നീങ്ങി കേട്ടോ. ഒറ്റപ്പെടുത്തിയവരെല്ലാവരും ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ടവൻ ദൈവത്താൽ മാനിക്കപ്പെട്ടു. ഈ രാത്രി ഒറ്റപ്പെടുത്തപ്പെടലിന്റെ തീവ്ര വേദനയിൽ ആരെങ്കിലും ഇതിനകത്ത് വന്നിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തന്റെ വചനത്തിലൂടെ നമ്മോട് പറയാനുള്ള ദൂത്, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 270 പരം ആൾക്കാരുമായി ഒരു കപ്പൽ റോമിനെ ലക്ഷ്യമാക്കി പോകുകയാണ്. പക്ഷേ ആ കപ്പല് തകർന്നു. നീന്തൽ അറിയാവുന്നവരും നീന്തിയും അല്ലാത്തവര് പലകക്കഷണത്തെ പിടിച്ചും മെലീത്ത ദ്വീപിലെത്തി. ആ ദ്വീപ് നിവാസികൾ വന്ന അതിഥികൾക്ക് അസാധാരണ ദയ കാണിച്ചു. തീ കായാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. എല്ലാവരും തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ പൗലോസ്ലീഗ അല്പം വിറകെടുത്ത തീയിലേക്കിട്ടു. പക്ഷെ അണലി കയറി അവന്റെ കയ്യെ ചുറ്റി. ആ നാട്ടുകാർ ഒന്നടങ്കം പറയുകയാണ്, ഇവൻ കുറ്റവാളിയാണ്. അതുകൊണ്ടാണ് നീതി ദേവി ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കാത്തത്. സത്യത്തിൽ ആ കൂട്ടത്തിൽ ഒരു നിരപരാധി പൗലോസ. പക്ഷെ കരക്കാരുടെ മുഴുവൻ കണ്ണിന്റെ മുമ്പിൽ നിരപരാധി കുറ്റവാളിയായി, കുറ്റവാളികൾ നിരപരാധികളായി. പക്ഷെ തന്റെ അഭിഷക്തനെതിരെയുള്ള ഒരു നാടിന്റെ മുഴുവൻ അപവാദ പ്രചരണങ്ങൾക്ക് എന്റെ ദൈവം കൽപ്പിച്ചത് അല്പായുസ്സും മാത്രമാണ്. അവനൊരു കുറ്റവാളി എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ അവനൊരു ദേവനെന്ന് പറയത്തക്ക നിലയിൽ എന്റെ ദൈവം കളം മാറ്റി ചവിട്ടിപ്പിച്ചെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദോഷത്തിന് പകരം ദോഷങ്ങളും ശകാരത്തിന് പകരം ശകാരങ്ങളും തന്ത്രങ്ങൾക്ക് പകരം മറുതന്ത്രങ്ങളും മെനയാതെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നിങ്ങളുടെ കാര്യം എറിഞ്ഞുകൊടുത്ത് ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ സമയം വരുമ്പോൾ നീതിയോടെ വിധിച്ച് താങ്കളുടെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ സങ്കടം മറന്ന് അധരം തുറന്ന് ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ യോസേഫ് മിസ്രൈമിലെത്തി. അവിടുത്തെ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രിയായി. കാലചക്രം വീണ്ടും മുന്നോട്ട് പോയി. ക്ഷാമം കനാനെയും ബാധിച്ചു. ക്ഷാമകാല പരിഹാരത്തിന് യാക്കോബ് മക്കളെ മിസ്രൈമിലേക്ക് പറഞ്ഞയച്ചു. പല പ്രാവശ്യമായപ്പോൾ യോസേഫ് തന്നെത്താൻ തന്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി. അങ്ങനെ യാക്കോബും മക്കളും കൊച്ചുമക്കളുമായി 70 പരം ആൾക്കാർ കനാനിൽ നിന്ന് മിസ്രൈമിലേക്ക് പറിച്ചു നടപ്പെട്ടു. അവര് ഗോശേൻ ദേശത്ത് പാർത്തു വരവേ യാക്കോബും മരിച്ചു. വീണ്ടും കാലം മുന്നോട്ട് പോയി. യോസേഫും മരിച്ചു. ഇസ്രായേൽ അല്ലിനെ അറിയാത്ത, യോസേഫിനെ അറിയാത്ത മിസ്രൈമ്യ ഭരണവർഗം അവിടെ അധികാരത്തിൽ വന്നു. അങ്ങനെ ഇസ്രായേൽ മിസ്രൈമിന്റെ അടിമത്തത്തിലായി. എന്നാൽ ദൈവം തന്റെ ദാസനായ അബ്രഹാമിലൂടെ ഉൽപ്പത്തി 15 അരുളി ചെയ്തതുപോലെ 4ാം തലമുറയുടെ കാലത്ത് മോശ മുഖാന്തരം മിസ്രൈമിന്റെ ഇരുമ്പുലയിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. ആ ചരിത്രമാണ് പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. അതൊക്കെ വായിച്ചും കേട്ടും ധ്യാനിച്ചും പ്രസംഗിച്ചും ആത്മാവിൽ സന്തോഷിച്ചിട്ടുള്ളവരാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളിൽ മഹാഭൂരിപക്ഷവും. ആ യാത്ര നീട്ടിപ്പരത്തി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 1-2 മേഖലകൾ ഞാൻ നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മിസ്രൈമിൽ നിന്ന് അവർ വരുമ്പോൾ ഒന്നാമത് അവർ വന്നത് ചെങ്കടലിന്റെ മുമ്പിലാണ്. ചെങ്കടൽ വഴിയാണ് അവര് കനാനിലേക്ക് നടന്നു വന്നത്. ശ്രദ്ധിക്കുക, എബ്രായ ലേഖകൻ ആ യാത്രയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിലൂടെ കടന്നു. എനിക്ക് എത്ര വായിച്ചിട്ടും മനസ്സിലാകാതിരുന്നൊരു ഭാഗമാണ്. വിശ്വാസത്താൽ കരയിലെന്ന പോലെ അവർ ചെങ്കടലിലൂടെ കടന്നു. എന്റെ ചോദ്യം, ഈ ചെങ്കടൽ കടക്കാൻ വിശ്വാസം വേണോ? വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. വേണമായിരുന്നു. എപ്പോൾ വേണമായിരുന്നു? ദൈവം പറയുകയാണ്, വെള്ളത്തിന് മുകളിൽ കൂടെ നിങ്ങൾ നടക്ക്,
താഴാതെ ഞാൻ താങ്ങാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നടക്കാൻ വിശ്വാസം വേണമായിരുന്നു. എന്നാൽ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാനല്ല തമ്പുരാൻ പറയുന്നത്. ആ വെള്ളത്തെ രണ്ട് സൈഡിലേക്ക് ദൈവം പിരിച്ചു മാറ്റി. ഈ ഉണങ്ങിയ മിറ്റം പോലെ വിശാലമായ ഉണങ്ങിയ വഴി ദൈവം കാണിച്ചു. അതിലൂടെ നടക്കാനാ പറയുന്നത്. എന്റെ ചോദ്യം, കണ്ണടച്ച് പാട്ടും പാടി കയ്യും വീശങ്ങ് നടന്നാ പോരെ? അങ്ങനെ അല്ലല്ലോ എബ്രായ ലേഖകൻ പറയുന്നത്. അവർ വിശ്വാസത്താൽ നടന്നല്ലേ. ഈ ഉണങ്ങിയ നിലത്തുകൂടെ നടക്കാൻ എന്തിനാ വിശ്വാസം? എന്താന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ഈ രണ്ട് സൈഡിലെ വെള്ളം ഇങ്ങനെ സുനാമി പോലെ കണ്ണെത്താത്ത ദൂരത്ത് മഞ്ഞുകട്ടയായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഇടയിലാണ് വഴി, അതിലൂടാണ് അവർ നടക്കുക. ഇവര് മനുഷ്യരല്ലേ? രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കണ്ണു പാളി നോക്കുമ്പോൾ അകത്ത് മാനുഷികമായ ഭയമുണ്ട്. എന്താ ഭയം എന്നറിയാമോ? തമ്പുരാനേ, ഞങ്ങൾ മറുകര എത്തുന്നതിന് മുമ്പ് എങ്ങാനും ഇത് പഴയതുപോലായാൽ ഞങ്ങളൊക്കെ മുങ്ങിച്ചാകും. സത്യം. മാനുഷിക ഭയം അത് പറയുമ്പോൾ അകത്തെ കത്തുന്ന വിശ്വാസം അവരോട് പറയുന്നു, മഠയന്മാരെ, ഈ വെള്ളത്തെ തമ്മിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ പിരിച്ചു നിർത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ പ്രതിഭാസമായ വേലിയേറ്റവും വേലിയിറക്കവുമല്ല, ആകാശത്തെ വിരിച്ച ഭൂമിക്ക് അടിസ്ഥാനമിട്ട തമ്പുരാന്റെ കരമാണ് ഇതിനെ പിരിച്ചു നിർത്തിയിരിക്കുന്നതെങ്കിൽ നീ മറുകര എത്താതെ ഇത് പഴയതുപോലാകാൻ ദൈവം അനുവദിക്കയില്ല. ഇന്ന് രാത്രി എഴുതി വെച്ചുകൊള്ളുക. ദൈവം നമുക്ക് വഴി തുറക്കുക മാത്രമല്ല, തമ്പുരാനാൽ തുറക്കപ്പെട്ടതൊന്നും അടയാതെ സൂക്ഷിക്കാനും എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയാൻ കരുത്തുള്ള എത്ര ദൈവമക്കൾ ഈ രാത്രി പന്തലിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ ദൈവം വഴി തുറക്കുക മാത്രമല്ല, തുറന്നത് അടയാതെ സൂക്ഷിക്കാനും ദൈവം വിശ്വസ്തൻ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം മദീനക്കാരത്തെ മറിയൊക്കെ കല്ലറവാതിക്കലേക്ക് പോകുമ്പോൾ ഒരു ചോദ്യം, ആരാ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുക? മാനുഷികമായി അത് അസാധ്യമാണ്. പടയാളികൾ കാവലുണ്ട്, അവത്തിൽ റോമൻ മുദ്രയുണ്ട്. മനുഷ്യരാൽ അസാധ്യമാണത്. പക്ഷെ ദൈവം തന്റെ ദൂതനോട് പറഞ്ഞു, നീ പോയി കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. ദൂതൻ പോയി കല്ലുരുട്ടി മാറ്റി. എന്നിട്ട് ദൂതൻ കല്ലിന് മുകളിൽ കുത്തിയിരുന്നു. മടിയൻ ദൂതൻ. സ്വർഗത്തിലോട്ട് ചെന്നാൽ അടുത്ത ഡ്യൂട്ടി കിട്ടും. അടുത്ത ഡ്യൂട്ടി കിട്ടാതിരിക്കാൻ കിട്ടിയ സമയം കല്ലിന് മുകളിൽ കുത്തിയിരുന്ന സമയം കൊല്ലുകയാണ്. സമയം കൊല്ലാനാണോ കല്ലിന് മുകളിൽ കുത്തിയിരിക്കുന്ന? അല്ല, പിന്നെ എന്തിനാ? ദൂതൻ കല്ലുരുട്ടി മാറ്റിയിട്ട് പോയാൽ പട്ടാളക്കാരെ കല്ല് തിരിച്ചുരുട്ടും. കുന്തവും പന്തവും വാളും വടിയും ഒക്കെ പിടിച്ച് ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് നെഞ്ചു വിരിച്ച് കാത്തോണ്ടിരിക്കുമ്പോ ദൂതം വന്ന് കല്ലുരുട്ടി മാറ്റി എന്നൊക്കെ പറഞ്ഞ ഡ്യൂട്ടി ഏൽപ്പിച്ചവര് വിശ്വസിക്കുകയോ? അതുകൊണ്ട് നാണക്കേട് ഒഴിവാക്കാൻ അവരാ കല്ല് തിരിച്ചുരുട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മറിയെ തമ്പുരാൻ നിനക്ക് വേണ്ടി ഉരുട്ടി മാറ്റിയത് മറ്റാരും തിരിച്ചുരുട്ടാതിരിക്കാൻ സ്വർഗം തന്റെ ദൂതനെ ആ കല്ലിന് മുകളിൽ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ കൃപ ലഭിച്ച അഭിഷക്തന്മാർ, കൃപ ലഭിച്ച ദൈവമക്കൾ, ഇന്ന് രാത്രി ആത്മാവിൽ സിംഹഗർജനം പോലെ വിളിച്ചു പറ. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും എന്റെ തമ്പുരാനായി തുറന്ന ഒറ്റ വഴികളും എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി എന്റെ ദൈവം തുറന്ന ഒരൊറ്റ വഴികളെയും കൊട്ടിയടയ്ക്കാൻ നിനക്ക് അനുവാദമില്ല. ആ നിലകളിൽ വീറോടെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലമേ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ കൽപ്പിക്കുന്നു, അഴിഞ്ഞു മാറെന്ന് അധികാരത്തോടെ വിളിച്ചു പറയാൻ മനസ്സുള്ള എത്ര പേർ ഈ പന്തലിന്റെ കീഴിൽ വന്നിട്ടുണ്ട്? അവരെ കരമടിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്താൽ തുറക്കപ്പെട്ട ഏതെങ്കിലും വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ ഈ രാത്രി വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ദുർവ്യാപാര ശക്തികൾ അഴിഞ്ഞു
കഴിഞ്ഞു മാറുന്ന രാത്രിയാകട്ടെ. കർത്താവ് ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, കോരേശന്റെ ഇടയൻ അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും. വാതിലുകൾ അവനെതിരെ അടയാതിരിപ്പാൻ ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി തമ്പുരാനാൽ തുറക്കപ്പെട്ടതൊന്നും അടയാതെ സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തൻ. ലൈവ് പോകുന്നത് കൊണ്ട് ഞാൻ ഒത്തിരി പറയുന്നില്ലെങ്കിലും തൊട്ടു പറയാം. ഈ ഭാരതത്തിന്റെ മണ്ണിൽ സുവിശേഷത്തിന്റെ വാതിലുകൾ തുറന്നത് ദൈവമാണെങ്കിൽ, നാളുകളുടെ നീളകളിൽ അസാധാരണമായൊരു ഉണർവിന് ഈ രാജ്യത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവമഹത്വം ഇവിടെ വെളിപ്പെടാനുണ്ടെങ്കിൽ, ആരെല്ലാം എന്തെല്ലാം നിലകളിൽ കുൽസിത മാർഗങ്ങളിലൂടെ വളഞ്ഞ വഴികളിലൂടെ വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ നോക്കിയാലും എന്റെ ദൈവം അനുവദിക്കയില്ല. ഒന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കൾ വിശ്വാസത്താൽ പറ, നമ്മുടെ ദൈവം വഴി തുറക്കുക മാത്രമല്ല, തുറന്നത് അടയാതെ സൂക്ഷിക്കാനും വിശ്വസ്തനാണ്. എന്നോട് ചേർന്ന് കരുത്തോട് ആമേൻ പറയാൻ കൃപയുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാൻ. അങ്ങനെ അവര് ചെങ്കടൽ കടന്നു, മരുഭൂമിയിലെത്തി. മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവം തന്റെ ദാസനായ മോശ മുഖാന്തരം അവർക്ക് ന്യായപ്രമാണം കൊടുക്കുകയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ആരംഭ ഭാഗം ദൈവിക ന്യായപ്രമാണം അവർ അനുസരിച്ചാൽ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ പട്ടികയാണ്. നീ എന്റെ ന്യായപ്രമാണം അനുസരിച്ചാൽ ഇന്ന അനുഗ്രഹങ്ങൾ, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, തലമുറ 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 തലമുറ, നിന്റെ കന്നുകാലികൾ, നിന്റെ വീട്, നിന്റെ വയല്, നീ പോകുന്നിടത്ത് വരുന്നിടത്ത് ഇരിക്കുന്നിടത്ത് സർവത്ര അനുഗ്രഹമാണ്. നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി, നിന്റെ എണ്ണ നിറയ്ക്കുന്ന പാത്രം എല്ലാം അനുഗ്രഹിക്കപ്പെടും. രണ്ടാമത്തേത്, നീ എന്റെ ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ശാപമാണ്. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, തലമുറ 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 നീളം നടുവ് ആ തലമുറകളെ കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി, നിന്റെ എണ്ണ നിറയ്ക്കുന്ന പാത്രം, നിന്റെ വീട്, നിന്റെ വയല്, നിന്റെ തോട്ടം, ശരിക്കും പറഞ്ഞാൽ നീ പോകുന്നിടത്ത് വരുന്നിടത്ത് ഇരിക്കുന്നിടത്ത് സർവത്ര ശാപമാണ്. ആ ശാപത്തിന്റെ നെടുനീളൻ പട്ടിക പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അവർക്ക് കൊടുക്കുന്ന ശക്തമായൊരു മുന്നറിയിപ്പുണ്ട്. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ആവർത്തനം 28:64. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് കേൾക്കണേ, സർവജാതികളുടെയും ഇടയിൽ ചിതറിച്ചു കളയും. പ്രമാണം കയ്യിലേറ്റിയ യഹൂദൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മോശ മരിക്കുന്നു. മോശ മരിച്ച ശേഷം യോശുവ പുതിയ നേതാവാകുന്നു. അവര് ശൂര സീനായി അക്കാബ കടലിടുക്കുവഴി കാദേശ് ബർന്ന ചുറ്റി മോവാബ് സമഭൂമിയിലൂടെ യോർദാൻ കടന്ന് വാഗ്ദത്ത കനാനിലെത്തുകയാണ്. യോശുവ അവർക്ക് ആ ദേശം അളവ് നൂലിട്ട് വിഭാഗിച്ചു കൊടുക്കുന്നു. ഹിത്യർ, അമോര്യർ, പെരിസ്യർ, എബൂസ്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ തുടങ്ങിയ ജാതികളുടെ നാട് ദൈവം അവർക്ക് അവകാശമായി കൊടുത്തു. യെശയ്യാ പ്രവാചകൻ കാവ്യാത്മകമായി ആ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ഞാനത് നട്ടു, കല്ലുകളെല്ലാം പെറുക്കി കളഞ്ഞു, എന്നിട്ടോ ചക്കും നാട്ടി അല്ലെ വേലി കെട്ടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായി ഈ പെറുക്കിക്കളയപ്പെട്ട കല്ല് തന്റെ മുന്തിരിവള്ളി മണ്ണിൽ വേരോടുന്നതിന്, ധാതു ലവണങ്ങൾ വലിച്ചെടുക്കുന്നതിന്, അത് വളരുന്നതിന്, ഫലം കായ്ക്കുന്നതിന്, ആ ഫലം നിലനിൽക്കുന്നതിന് തടസ്സമായി നിന്ന് അക്ഷരീകമായ എല്ലാ ജാതീയ കല്ലുകളെയും തമ്പുരാൻ പെറുക്കി കളഞ്ഞു. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ഏത് പ്രതിസന്ധികളെയും തകർക്കാൻ കരുത്തനായൊരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ യോശുവ അവർക്ക് ആ ദേശം അളവ് നൂലിട്ട് വിഭാഗിച്ചു കൊടുത്തു. അവരാ ദേശത്ത് പാർത്തു വരവേ യോശുവ മരിക്കുന്നു.
യോശുവായുടെ മരണശേഷം ആ തലമുറകൾ പലതും മാറുന്നു. ന്യായാധിപ ഭരണത്തിലേക്ക് അവർ വഴുതി വീഴുന്നു. ന്യായാധിപ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അവസാനത്തെ ന്യായാധിപനും പ്രവാചകനുമായിരുന്ന ശമൂവേലിന്റെ കാലത്ത് അവർ ഒരു രാജാവിനെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ശൗലിനെ അവർക്ക് രാജാവായി ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. ന്യായാധിപ ഭരണം രാജകീയ ഭരണത്തിന് വഴിമാറി. രാജകീയ ഭരണം ഏറ്റവും ധാർമ്മികമായി അധപ്പതിച്ച ആത്മീക മ്യൂലച്യുതികളുടെ കാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അവർ ദൈവത്തിന്റെ പ്രമാണത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി. എന്തെല്ലാം അരുത് എന്ന് ദൈവം പറഞ്ഞു അതെല്ലാം അവരവിടെ കാട്ടിക്കൂട്ടി. അതെല്ലാം കൂടി ഇന്ന് രാത്രി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ശക്തമായൊരു മുന്നറിയിപ്പ് യഹൂദന് കൊടുത്തിരുന്നു. ലേവ്യ പുസ്തകത്തിൽ ഉണ്ടത്, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ജാതികൾ, അവിടെ പാർത്ത ജാതികളുടെ പാപത്തിന്റെ നെടുനീളൻ പട്ടിക ദൈവം അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു, ഇന്നതൊക്കെ അവർ ചെയ്തു. അതൊക്കെ വായിച്ചാല് നമുക്ക് അറപ്പും വെറുപ്പും തോന്നത്തക്ക നിലയിൽ, നാലാള് കൂടുന്നിടത്ത് വായിക്കാൻ കൊള്ളത്തില്ലാത്ത അത്ര അധപ്പതിച്ച് ധാർമ്മികമായ വഷളത്വം കൊണ്ട് നിറയപ്പെട്ട പാപങ്ങളാണ് അവർ ആ ദേശത്ത് ചെയ്തു കൂട്ടിയത്. ആ പാപങ്ങളുടെ പട്ടിക നിരത്തി വെച്ച ശേഷം ദൈവം പറഞ്ഞു, നിന്റെ നീതി കൊണ്ടല്ല ഞാൻ നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത്. പിന്നെ എന്റെ നീതി നിമിത്തം എനിക്ക് ഈ ദേശം കിട്ടിയെന്ന് നീ പറയരുത്. ഈ ദേശനിവാസികളുടെ അകൃത്യം ഈ ദേശത്തിന് താങ്ങാൻ കഴിയാഞ്ഞതുകൊണ്ട് ദേശം അവരെ ഛർദ്ദിച്ചു കളയുകയാണ്. ആ സ്ഥാനത്ത് നിനക്കൊരവസരം ഞാൻ തന്നതാണ്. പക്ഷെ നീ ഓർത്തോണം, ഞാൻ മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അവര് ചെയ്തു കൂട്ടിയ പാപങ്ങൾ നീയും ചെയ്തു കൂട്ടിയാൽ ദേശം നിന്നെ ഛർദ്ദിച്ചു കളയും. അത് സംഭവിക്കാതിരിക്കാൻ നീ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്നോട് ചേർന്ന് അതിനൊക്കെ ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? പക്ഷെ എന്തെല്ലാം ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞു അതെല്ലാം അവര് ചെയ്തു കൂട്ടി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകവും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലുമൊക്കെ ദൈവം ഓരോരോ പാപത്തിന്റെ പട്ടിക എടുത്തെടുത്ത് ഇസ്രായേലിനോട് അത് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല, അവിടെ മുമ്പുണ്ടായിരുന്ന ജാതികൾ കാട്ടിക്കൂട്ടിയതും നീ അത് ചെയ്യരുതെന്നും ചെയ്താൽ ദേശം നിന്നെ ഛർദ്ദിച്ചു കളയുമെന്നും ദൈവം മുന്നറിയിപ്പ് കൊടുത്ത പാപങ്ങൾ അവർ ചെയ്തപ്പോൾ അതിനോടുള്ള ദൈവത്തിന്റെ ശക്തമായ പ്രതികരണങ്ങളാണ് പ്രവാചകന്മാരിലൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വേണം ആ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കാൻ. എങ്കിൽ മാത്രമേ അതിന്റെ സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. എനിവേ, അതവിടെ നിൽക്കട്ടെ. ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. BC 606, 598, 586 ഈ 3 കാലഘട്ടങ്ങളിലായി ഒന്നാം ലോക സാമ്രാജ്യമായ ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ കീഴിൽ ദൈവം ഈ ജനത്തെ പ്രവാസികളായി വിട്ടു. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബിലോണ്യ ചക്രവർത്തി അവരെ പ്രവാസികളായി കൊണ്ടുപോകുക മാത്രമല്ല, ശലോമോൻ രാജാവിനാൽ പണി കഴിയപ്പെട്ട യെരുശലേം ദൈവാലയം BC 585 തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. അതിലെ ഉപകരണങ്ങൾ നെബൂഖദ്നേസർ തന്റെ രാജ്യത്ത് കൊണ്ടുപോയി തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അങ്ങനെ യോശുവായാൽ അളവുനൂലിട്ട് വിഭാഗിക്കപ്പെട്ട ദേശം അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ രാജകീയ ഭരണം നഷ്ടപ്പെട്ടു. ദൈവാലയം നഷ്ടപ്പെട്ടു. ഇതെല്ലാം നഷ്ടപ്പെട്ട് 70 വർഷത്തോളം അവർ ബാബിലോണ്യ പ്രവാസത്തിൽ കിടന്നു. എന്നാൽ ദൈവം തന്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ അരുളി ചെയ്തതുപോലെ 70 വർഷം കഴിഞ്ഞ ശേഷമേ ബാബിലോണ്യ പ്രവാസം മാറ്റി ഞാൻ നിങ്ങളെ മടക്കി വരുത്തൂ എന്ന് അരുളി ചെയ്തതുപോലെ 70 വർഷം പൂർത്തിയായപ്പോൾ ഒന്നാം ലോക സാമ്രാജ്യമായ ബാബിലോണ്യ സാമ്രാജ്യത്തെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റി രണ്ടാം ലോക സാമ്രാജ്യമായ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ നിലവിൽ കൊണ്ടുവന്നു. ആ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായ കോരേശ് യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ അനുവാദം കൊടുത്തു. അങ്ങനെ സെരുബ്ബാബേലിന്റെയും ശെയല്തീയേലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങി വന്നു BC 536. അങ്ങനെ സെരുബ്ബാബേലിന്റെയും ശെയല്തീയേലിന്റെയും നേതൃത്വത്തിൽ മടങ്ങി വന്ന യഹൂദൻ അവരുടെ ദൈവാലയം പുതുക്കി പണിതു.
ആ പുനർനിർമ്മിക്കപ്പെട്ട ദൈവാലയം പണിയാൻ 20-ൽ പരം വർഷങ്ങൾ വേണ്ടി വന്നു. അവർക്ക് രാജ്യം തിരിച്ചു കിട്ടി. അവർ 20-ൽ പരം വർഷങ്ങൾ കൊണ്ട് ദൈവാലയം പുതുക്കി പണിതു. പക്ഷേ ഭരണം തിരിച്ചു കിട്ടിയില്ല. അപ്പോഴും അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യമാണ്. 200 കൊല്ലത്തോളം ലോകത്തെ അടക്കി ഭരിച്ച് മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ചരിത്ര സമുദായ കടലിലേക്ക് ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് 3-ാം ലോക സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യം ചരിത്രത്തിൽ ഉയർന്നു പൊങ്ങി വന്നു. ആ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധിപതിയായ അലക്സാണ്ടർ ഈ യഹൂദനെ ഭരിച്ചു. അലക്സാണ്ടർ 33-ാമത്തെ വയസ്സിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ മരിക്കുന്നു, അകാലത്തിൽ മരിച്ചു. അലക്സാണ്ടറുടെ മരണശേഷം ഗ്രീക്ക് സാമ്രാജ്യം തന്റെ 4 സൈന്യാധിപന്മാർക്കായി വിഭജിച്ചു കൊടുത്തു. ഏഷ്യ മൈനർ ലെസിമക്കസിന്, മാസിഡോണിയ കസാൻഡർക്ക്, ഈജിപ്ത് ടോളമികൾക്ക്, സിറിയ സെലൂക്കസിനായി വിഭജിച്ചു കൊടുത്തു. അതിൽ സിറിയൻ ഭരണാധികാരികൾ യഹൂദന്മാരോട് വലിയ ശത്രുത പുലർത്തിയവരാണ്. BC 165 അന്ന് സിറിയയെ ഭരിക്കുന്നത് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം സൈന്യ സമേതനായി യഹൂദയിലേക്ക് വന്നു. കണ്ണിൽ കണ്ട യഹൂദന്മാരെ മുഴുവൻ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. എന്നിട്ട് യെരുശലേം ദൈവാലയം ഭാഗികമായി തകർത്ത് അവിടെ പന്നിയെ കൊണ്ടുവന്ന് യാഗമർപ്പിച്ച് അതിനെ അശുദ്ധമാക്കി. അങ്ങനെ സിറിയൻ ഭരണത്തിന്റെ കീഴിൽ യഹൂദൻ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 4-ാം ലോക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം, ഇരുമ്പ് ഭരണകൂടമെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ നിലവിൽ വരുന്നത്. ആ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപതി കൈസർ യഹൂദനൊരു താൽക്കാലിക രാജാവിനെ കൊടുത്തു, നാടുവാഴിയെ കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് വലിയ ഹെരോദ രാജാവ്. അദ്ദേഹം ഒരു ഏദോമ്യൻ. അദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരാണ് വലിയ ഹെരോദ രാജാവ്. ആന്റിപെട്ര എന്ന് പറയുന്ന ഏദോമ്യനായ ആ വലിയ ഹെരോദ രാജാവിന്റെ കാലത്താണ് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി മനുഷ്യ വേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്നത്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയാം, ചരിത്രപരമായി ഭൂമിശാസ്ത്രപരമായി സത്യസന്ധമായ ഒരൊറ്റ സന്ദേശം അതിന്ന് രാത്രി നാം വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ എന്നോട് ചേർന്ന് അധരം തുറന്ന് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഈ വലിയ ഹെരോദ രാജാവ് എന്താ ചെയ്തെന്നറിയാമോ? യഹൂദന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ അന്ത്യോക്യസ് എപ്പിഫാനസ് BC 165 കിസ്ലേവ് മാസം 25-ാം തീയതി ഭാഗികമായി തകർത്ത ഈ ദൈവാലയം അദ്ദേഹം മനോഹരമായി പുതുക്കി പണിതു. അങ്ങനെ പുതുക്കി പണിയാൻ വേണ്ടി വന്നത് 46 കൊല്ലമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിന് 3 ദിവസം കൊണ്ട് പണിയാം. കർത്താവ് ഉദ്ദേശിച്ചത് തന്റെ ശരീരമായ മന്ദിരമാണ്. നിങ്ങൾ എന്നെ ക്രൂശിച്ചു കൊല്ലും, നിങ്ങളത് ചെയ്തു. പക്ഷേ അങ്ങനെ ഞാൻ മരിച്ചാലും 3-ാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഈ മന്ദിരം പുനർനിർമ്മിക്കപ്പെടും. അതാ യേശു പറഞ്ഞത്. പക്ഷേ അവർക്കങ്ങനെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. അവർക്കറിയാവുന്ന ഏക മന്ദിരം യെരുശലേം ദൈവാലയമാണ്. അതുകൊണ്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ ദൈവാലയം പൊളിച്ചിട്ട് 3 ദിവസം കൊണ്ട് നീ പണിയുമോ? ഇത് 46 കൊല്ലം കൊണ്ട് പണിതതാണ്. വലിയ ഹെരോദ രാജാവ് യഹൂദന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ 46 കൊല്ലം കൊണ്ട് ഈ ദൈവാലയം കമനീയമായി പടുത്തുയർത്തി പണിതു. ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നത്, കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾ ഈ ദൈവാലയത്തിലെ സ്വർണ്ണ പാളികളിൽ വന്ന് പതിക്കുമ്പോൾ മറ്റൊരു സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ കാഴ്ചക്കാർക്ക് തോന്നത്തക്ക നിലയിൽ അത്ര മനോഹരമായി പണിതതായിരുന്നു ആ ദൈവാലയം. ആ ദൈവാലയത്തിന് സമീപത്ത് ഒരിക്കൽ യേശു കർത്താവ് നിൽക്കുമ്പോ ശിഷ്യന്മാര് വന്ന് കർത്താവിനോട് പറയുക, വാ ഗുരു വാ, ഞങ്ങൾ ഈ ദൈവാലയത്തിന്റെ പണിയൊന്ന് കാണിച്ചു തരാം. എന്തോ വലിയ കല്ല്, എത്ര മനോഹരമായ പണി. പക്ഷെ കർത്താവ് ആ ദൈവാലയത്തെ നോക്കി പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുന്ന നാള് വരാൻ പോകുകയാണ്.
ഇന്ന് രാത്രി 2 പ്രബോധനങ്ങൾ അവിടെ പറയാം. അതൊരു വിരോധാഭാസമല്ലേ? ആ ദൈവാലയത്തെ നോക്കി യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ദൈവാലയത്തെക്കാൾ വലിയവനാണെന്ന്. ഇതുണ്ടാക്കിയ ശലോമോനേക്കാൾ ഞാൻ വലിയവനാണെന്ന്. അവനോട് അവര് പറയുക, ദൈവാലയം എത്ര വലുതാണെന്ന്. ഇന്നും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അവർക്ക് വിഷയം ദൈവമല്ല, അവർക്ക് വിഷയം ദൈവാലയമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവാലയത്തിനല്ല പ്രസക്തി, ദൈവത്തിനാണ് പ്രസക്തി. അത്യുന്നതനായ ദൈവം കൈപ്പണിയായ സ്ഥലങ്ങളിൽ വസിക്കുന്നവൻ അല്ല. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവാലയങ്ങളിലല്ല പുകഴേണ്ടത്, ദൈവത്തിലാണ് പുകഴേണ്ടത്. എന്നോട് ചേർന്ന് കരുത്തോടെ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇവര് വലുതെന്ന് പറഞ്ഞ ദൈവാലയത്തെ നോക്കി യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കും. എഴുതി വെച്ചോ, ഭയത്തോടെ പറയുക, എന്റെ ദൈവത്തെക്കാൾ എന്തിനു പ്രാധാന്യം കൊടുത്താലും അതിന്റെ അടിത്തറ മാന്തുന്ന നാളുകൾ വിദൂരമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് കേട്ടോ. ദാനങ്ങളിലല്ല ആശ്രയിക്കേണ്ടത്, ദാനങ്ങളിലല്ല പ്രശംസിക്കേണ്ടത്, ദാതാവിലാണ് ആശ്രയിക്കേണ്ടത്, ദാതാവിലാണ് പ്രശംസിക്കേണ്ടത്. എത്ര പേരെ കരമുയർത്തി പിടിച്ച് ദൈവത്തോട് പറയും, കർത്താവേ, ഒന്നുമില്ലായ്മയിൽ ഇത്രയൊക്കെ എത്തിയപ്പോ ദൈവത്തെ മറന്നിട്ടുണ്ട്, ദാനങ്ങളിൽ ആശ്രയിച്ചിട്ടുണ്ട്, ദാതാവിൽ ആശ്രയിക്കാതെ ദാനങ്ങളിൽ പ്രശംസിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ക്ഷമിക്കണമേ എന്ന് കരമുയർത്തി പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ രാത്രി പ്രിയരെ, നാം ആ യാഥാർത്ഥ്യം മറക്കല്ലേ. യേശു കർത്താവ് ഈ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കും എന്ന് പറഞ്ഞിട്ട് കിദ്രോന്തോട് കടന്ന് ഒലിവുമലയിലേക്ക് പോയി. സത്യം പറഞ്ഞ ശിഷ്യന്മാരുടെ നാവ് ഇറങ്ങിപ്പോയതുപോലായിപ്പോയി. അവരുടെ അഭിമാനമായിരുന്നു യെരൂശലേം ദൈവാലയം. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുമോ, അത് നശിക്കുമെന്ന് കേട്ടപ്പോ അവരാകപ്പാടെ സ്തബ്ധരായി പോയി. ഒരക്ഷരം ഉരിയാടാതെ കർത്താവിന്റെ കൂടെ അവർ ഒലിവുമലയിലെത്തി. ഒലിവുമലയിലെത്തിയപ്പോൾ രഹസ്യമായി കർത്താവിനോട് ചോദിക്കുന്നു, ഗുരു, അതെപ്പോൾ സംഭവിക്കും? ഏതെപ്പോൾ സംഭവിക്കും? അങ്ങ് പറഞ്ഞില്ലേ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുമെന്ന്, അതെപ്പോൾ സംഭവിക്കും? 2, അങ്ങയുടെ വരവിനും ഈ യുഗത്തിന്റെ അവസാനത്തിനും അടയാളമെന്ത്? അതിന് യേശു പറയുന്ന മറുപടിയാണ് മത്തായി സുവിശേഷം 24, ലൂക്കോസ് 21. അവിടെ അടയാളങ്ങളെ 5ആയി നമുക്ക് തരംതിരിച്ച് പഠിക്കാം. യഹൂദിയ ലക്ഷ്യങ്ങൾ, സഭൈക ലക്ഷ്യങ്ങൾ, ജാതീയ ലക്ഷ്യങ്ങൾ, പ്രാപഞ്ചിക ലക്ഷ്യങ്ങൾ, ധാർമ്മിക ലക്ഷ്യങ്ങൾ. ലക്ഷ്യങ്ങൾ 5ഉം ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കോർത്തിണക്കി പഠിച്ചാൽ ഒരു കാര്യം സുനിശ്ചിതമാണ്, ഇനി അടയാളങ്ങളൊന്നും നിറവേറപ്പെടാനില്ല. കാഹളം ധ്വനിച്ചാൽ മാത്രം മതിയാകും. എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഈ രാത്രി ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത ഭാഗത്തേക്ക് ഞാൻ എടുത്തു ചാടുകയാണ്. കർത്താവ് ഇത് പറഞ്ഞിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഏകദേശം ഒരു 37 കൊല്ലങ്ങൾ കൂടെ കഴിഞ്ഞു. AD 70. AD 70 റോമിനെ ഭരിക്കുന്നത് വെസ്പേഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. അന്നത്തെ സൈന്യാധിപൻ അദ്ദേഹത്തിന്റെ മകനായ ടൈറ്റസ് ആണ്. അന്ന് റോമൻ സാമ്രാജ്യത്തിനെതിരെ യഹൂദന്മാരുടെ ഇടയിൽ വലിയ ചെറുത്തുനിൽപ്പുകൾ, വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. എന്താണ് അങ്ങനെ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ കാരണം? ഇനി ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദൈവം യഹൂദന് കൊടുത്ത പ്രമാണങ്ങളെ പലതായി നമുക്ക് തരംതിരിച്ച് പഠിക്കാം. അതിലൊരു പ്രമാണമാണ് രാജകീയ പ്രമാണം. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ ആ രാജകീയ പ്രമാണം കൊടുത്തിട്ടുണ്ട്. യഹൂദൻ ഒരു രാജാവിനെ വാഴിക്കുമ്പോൾ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കേണ്ട ഭാഗമാണത്. അതാണ് രാജകീയ പ്രമാണം. 3-4 നിബന്ധനകൾ അവിടെയുണ്ട്. അതിൽ പ്രഥമമായ നിബന്ധന ഇതാണ്: ആരായിരിക്കണം യഹൂദന്റെ രാജാവ്? ഒരിക്കലും ഒരു ജാതീയ മനുഷ്യനെ അവരുടെ രാജാവാക്കാൻ പാടില്ല.
ദൈവം അവർക്ക് കൊടുത്ത പ്രമാണം ഇതാണ്: നിന്റെ സ്വന്തം സഹോദരനായിരിക്കണം നിന്റെ ഭരണാധികാരി. തനി യഹൂദനല്ലാതെ വേറെ ഒരാൾ അവരുടെ രാജാവായിരിക്കാൻ പാടില്ല. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. നമ്മൾ ഈ മത്തായി സുവിശേഷത്തിലൊക്കെ വംശാവലി വായിക്കുമ്പോൾ ബോറ് തോന്നും, നമുക്ക് ബോറടി തോന്നും. പക്ഷേ കർത്താവ് തനി യഹൂദനാണെന്ന്, അവരുടെ രാജാവായിരിക്കാൻ അർഹനാണെന്ന് അവിടെ തെളിയിക്കുകയാണ് സുവിശേഷകന്മാർ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് തിരിയുന്നുണ്ട്? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. അല്പം ചരിത്രമായതുകൊണ്ട് ബോറടിക്കാൻ സാധ്യതയുണ്ട്, എങ്കിലും സാരമില്ല, അവസാനം വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും എന്തിനാ ഞാൻ ഈ നീട്ടിപ്പരത്തി പറയുന്നതെന്ന്. അപ്പൊ തനി യഹൂദനല്ലാതെ വേറൊരു ജാതീയ മനുഷ്യനെ ഇവരുടെ രാജാവാക്കാൻ പാടില്ല. അത് ദൈവം കൊടുത്ത പ്രമാണമാണ്. പക്ഷേ ആ ബാബിലോണ്യ സാമ്രാജ്യം മുതൽ ഇന്നുവരെ ബാബിലോണ്യരായി, മേത്യംബേശരായി, ഗ്രീക്കുകാരായി, റോമാക്കാരായി മാറി മാറി ഇവരെ ഭരിക്കുന്നത് ജാതീയ ഭരണകൂടങ്ങളാണ്. ആ നെബൂഖദ്നേസർ, മോരേദെക്കൻ, അംബോനീഡസ്, ബേൽഷസ്സർ, കോരേശ്, അഗശ്വരോശ്, അർത്തകശിഷ്ടാവ്, ഇങ്ങനെ അങ്ങോട്ട് വന്ന അലക്സാണ്ടർ, അന്ത്യോക്യസ് എപ്പിഫാനസ്, ഔഗസ്റ്റസ് കൈസർ, തിബരിയാസ് കൈസർ, വലിയ ഹെരോദ രാജാവ്, ഹെരോദ അർക്കാലിയോസ്, ഹെരോദ ഫിലിപ്പ്, അങ്ങനെ മാറി മാറി ഇവരെ ഭരിക്കുന്ന ജാതീയ രാജാക്കന്മാരാ. ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ദേശം തിരിച്ചു കിട്ടി, ഞങ്ങൾ ദൈവാലയം പണിതു, പക്ഷേ രാജ്യം മാത്രം പോരാ, ദൈവാലയം മാത്രം പോരാ, ഞങ്ങളെ ജാതീയ ഭരണകൂടങ്ങൾ ഭരിക്കണ്ട. BC 585 ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഞങ്ങളെ മാറി മാറി വന്ന് സാമ്രാജ്യങ്ങൾ, ഭരണകൂടങ്ങളാ ഭരിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളെ ഭരിക്കാൻ തനി സഹോദരന്മാരായ ഞങ്ങളുടെ ഭരണാധികാരികൾ മതി. റോമൻ സാമ്രാജ്യം ഞങ്ങളെ ഭരിക്കണ്ട. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിനെതിരെ വിപ്ലവങ്ങൾ, കലാപങ്ങൾ അഴിച്ചുവിട്ടപ്പോ അത് അമർച്ച ചെയ്യാൻ ടൈറ്റസ് എന്ന തന്റെ മകനെ, സൈന്യാധിപനെ വെസ്പേഷ്യൻ യെരുശലേമിലേക്ക് അയച്ചു. അങ്ങനെ സൈന്യസമേതനായി ടൈറ്റസ് യെരുശലേമിലേക്ക് വരുമ്പോൾ അന്ന് യഹൂദന്റെ മഹാപാപ പരിഹാര പെരുന്നാൾ നടക്കുകയാണ്. ലക്ഷോപലക്ഷം യഹൂദന്മാർ യെരുശലേം പട്ടണത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. ബുദ്ധിമാനായ ടൈറ്റസിന് മനസ്സിലായി, ഈ സമയത്ത് യുദ്ധം ചെയ്താൽ യുദ്ധത്തിന്റെ ഗതിവിഗതി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം യെരുശലേം പട്ടണത്തെ ഉപരോധിച്ചു. ഉപരോധത്തിന്റെ പരിണിത ഫലമായി പട്ടണത്തിന് പുറത്തുനിന്ന് അകത്തേക്കും, അകത്തുനിന്ന് പുറത്തേക്കും ആർക്കും കടക്കാൻ കഴിയുന്നില്ല. ആഴ്ചകൾ നീണ്ട ഉപരോധം, ശുദ്ധജലമില്ല, ഭക്ഷണമില്ല. യഹൂദ വൃദ്ധന്മാർ, വൃദ്ധമതികൾ, പിഞ്ചുകുഞ്ഞുങ്ങൾ മരിച്ചവരെ കുഴിമാന്തി അടക്കി. അവസാനം കുഴിമാന്തി അടക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് മൃതശരീരങ്ങൾ ചീഞ്ഞു നാറി പൊട്ടി അഴുകി പകർച്ചവ്യാധികൾ അങ്ങനെ പടർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യെരുശലേം ദൈവാലയത്തിനകത്ത് വിപ്ലവകാരികൾ കയറിയിരുന്നു. ദൈവാലയത്തിനകത്ത് അവർ ആയുധങ്ങൾ കൊണ്ട് ശേഖരിച്ചു. ഒരിക്കലും ദൈവാലയം നശിപ്പിക്കരുതെന്ന് ടൈറ്റസ് തന്റെ സൈന്യത്തോട് കൽപ്പിച്ചിരുന്നു. പക്ഷേ സൈന്യത്തിൽ ഒരാൾ പന്തം കത്തിച്ച് ദൈവാലയത്തിന് നേരെ എറിഞ്ഞു. ആ ദൈവാലയം നിന്ന് കത്താൻ തുടങ്ങി. കത്തി 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 ദൈവാലയം താഴേക്ക് വീണു. എങ്ങനെ വീണെന്നറിയാമോ? ഈ ദൈവാലയം കത്തുമ്പോൾ സ്വർണം മുഴുവൻ ഉരുകി 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 ഓരോ കല്ലുകൾക്കിടയിൽ സ്വർണം കയറി ചാന്ത് പോലെ ഇരിക്കുകയാണ്. ബിൽഡിംഗ് പണിയുന്നത് കണ്ടിട്ടില്ലേ? കല്ല് വെക്കുന്നു, മുകളിൽ ചാന്ത് വെക്കുന്നു, അതിന് മുകളിൽ കല്ല് വെക്കുന്നു. നടുക്കിരിക്കുന്ന ചാന്തിനാൽ കല്ല് കല്ലോട് ചേർന്നിരിക്കുന്നത് പോലെ ഉരുകി ഇറങ്ങിയ സ്വർണം രണ്ട് കല്ലുകൾക്കിടയിൽ ആ വിടവിൽ ചാന്ത് കയറി ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. അവസാനം ഈ ദൈവാലയം വീണ് കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ സ്വർണ്ണ കൊതിയന്മാരായ റോമൻ സൈന്യം ഈ രണ്ട് കല്ലുകൾക്കിടയിൽ ഉരുകിയിരിക്കുന്ന സ്വർണം പറിച്ചെടുക്കാൻ ഇരുമ്പു കലപ്പ കൊണ്ട് ആനയെ കൊണ്ടുവന്ന് കല്ല് കല്ലോട് ചേർന്നിരിക്കാതെ അതിന്റെ നടുവിലുള്ള സ്വർണം പറിച്ചെടുക്കുമ്പോൾ ഈ ദൈവാലയം കല്ലിന്മേൽ കല്ല് ാതെ നശിക്കുമെന്ന് അതിന് 37 വർഷങ്ങൾക്ക് പിറകിൽ എന്റെ പൊന്നു കർത്താവ് പറഞ്ഞ ന്യായവിധിയുടെ ദൂത് അത് അതുപോലെ തന്നെ സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരോട്, ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, യെരുശലേം ദൈവാലയത്തോട് യേശു പറഞ്ഞ ന്യായവിധിയുടെ ദൂത് അതുപോലെ സംഭവിച്ചെങ്കിൽ, അഭിഷക്തന്മാരെ, വിശ്വാസികളെ, നമ്മോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ തലമുറകളോടും ദൈവം പറഞ്ഞിട്ടുള്ള
എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ അതൊക്കെ തെറ്റാതെ തക്ക സമയത്ത് നിറവേറ്റി തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, തിരുവായ് കൊണ്ട് അരുളി ചെയ്തത്. എല്ലാവരും ആധരങ്ങൾ തുറന്ന് ആ വാക്കൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, അങ്ങ് തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ദൈവത്തിന് അരുളി ചെയ്യാൻ തിരുവായ് മാത്രമല്ല, തന്റെ തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് നിവർത്തിക്കാൻ ഒരു തൃക്കൈയും എന്റെ ദൈവത്തിനുണ്ടെന്നറിഞ്ഞ് ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട് പ്രിയരെ? അകരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ AD 70 യഹൂദൻ അവന്റെ ദൈവാലയം നഷ്ടപ്പെട്ടു. ആ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെട്ടു. ആ ദൈവാലയത്തിന്റെ നാശത്തിന് ശേഷവും വീണ്ടും റോമൻ സാമ്രാജ്യത്തിനെതിരെ യഹൂദൻ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്തിനാ കലാപം എന്നറിയാമോ? ഞങ്ങൾക്കിനി ദൈവാലയം പണിയണം, ഞങ്ങൾക്കിനിയും സ്വതന്ത്രമായ ഒരു രാഷ്ട്രം വേണം, ഞങ്ങളെ റോമൻ സാമ്രാജ്യം ഭരിക്കണ്ട. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോ AD 135 അന്ന് റോമിനെ ഭരിക്കുന്നത് ഹദ്രിയാൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. ആ ഹദ്രിയാൻ ചക്രവർത്തിക്ക് മനസ്സിലായി യഹൂദൻ ഇവിടെ കിടന്നാൽ എന്നും തലവേദനയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരൊറ്റ യഹൂദൻ പോലും ഇനി ഇവിടെ പാർക്കാൻ പാടില്ല, ഈ രാജ്യം വിട്ടു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ കുടിയിറക്കി വിട്ടു. ലോകത്തെവിടെല്ലാം രാജ്യങ്ങളുണ്ടോ, ലോകത്തെവിടെല്ലാം മനുഷ്യവാസമുണ്ടോ, അവിടേക്കെല്ലാം യഹൂദൻ ചിതറിയോടി. അങ്ങനെയാ നമ്മുടെ കൊച്ചിയിലുള്ള മട്ടാഞ്ചേരിയിലും തൃശ്ശൂരുള്ള മാളയിലും യഹൂദൻ എത്തിയത്. എന്താ ആവർത്തനം 28:64 എന്റെ ദൈവം പറയുന്നത്, നീ എന്റെ ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാൽ ഞാൻ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജാതികളുടെയും ഇടയിൽ ചിതറിച്ചു കളയും. ചിതറിക്കുമെന്ന് പറഞ്ഞ ദൈവം ചിതറിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് നടത്താൻ എന്റെ ദൈവം അധികാരമുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന്റെ വാക്കുകളെ ഇന്ന് രാത്രി അവഗണിക്കരുത്. ദൈവിക മുന്നറിയിപ്പുകളെ കളിയായി കൈകാര്യം ചെയ്യരുത്. ഈ ബുദ്ധിമാനായ ഹദ്രിയാൻ ഇനി ഒരിക്കലും യഹൂദൻ ഈ ദേശം അവകാശം ചോദിച്ചു വരാൻ പാടില്ല. ഇനി ഒരിക്കലും ഇവിടേക്ക് ഒരു മടങ്ങി വരവർക്ക് ഉണ്ടാകരുത്, ഒരു പഴുതും അവർ മടങ്ങി വരാൻ ഉണ്ടാകരുത് എന്ന നിലയിൽ അദ്ദേഹം ആ രാജ്യത്തിന്റെ ആ ദേശത്തിന്റെ പേര് മാറ്റി. അങ്ങനെ ഹദ്രിയാൻ ആ ദേശത്തിനിട്ട പേരാണ് സിറിയ പാലസ്തീന. ഒരു നല്ല ആമേൻ ഒന്ന് പറ. ബുദ്ധിമാനായ ഹദ്രിയാൻ ഇനി ഒരിക്കലും യഹൂദൻ ആ രാജ്യത്തേക്ക് മടങ്ങി വരാൻ പാടില്ല എന്ന നിലയിൽ ആ രാജ്യത്തിന്റെ പേര് മാറ്റി അതിന് സിറിയ പാലസ്തീന എന്ന പേര് കൊടുത്തു. ആ ദേശനിവാസികളായ യഹൂദൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി. ആ ദേശം റോമക്കാരുടെ കയ്യിലായി. റോമക്കാരുടെ കയ്യിൽ നിന്ന് വീണ്ടും അത് ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ കയ്യിലായി. ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് അത് അറബികളുടെ കയ്യിലായി. അറബികളുടെ കയ്യിൽ നിന്ന് ആ ദേശം ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലായി. 1600ഓളം വർഷം ആ ദേശം അങ്ങനെ കിടന്നു. അങ്ങനെ ആ ദേശം കിടക്കുമ്പോൾ ആ ദേശം എങ്ങനെ കിടന്നെന്നറിയാമോ? ചരിത്രകാരന്മാര്, സഞ്ചാരികള്, വിനോദസഞ്ചാരത്തിന് പോയവര്, സാഹസ സഞ്ചാരത്തിന് പോയവര്, ആ സഞ്ചാരികളുടെ പുസ്തകങ്ങൾ, ഡയറി കുറിപ്പുകൾ അതൊക്കെ ഉണ്ട്. അവിടെ അവര് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ദേശങ്ങൾ ആ സമയത്ത് വിജനമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്താലേ അടുത്തൊരു കൊച്ചു ഗ്രാമത്തിലെത്തൂ. ആ ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ വിരളെണ്ണാവുന്ന മനുഷ്യരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒട്ടകപ്പക്ഷികളും കുറുനരികളും ഒക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന ശൂന്യമായ ദേശമായിരുന്നു ആ ദേശം. ഒരു പച്ചപ്പിന്റെ നാമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ഒട്ടകപ്പക്ഷികള്, അതുപോലെ തന്നെ കഴുതപ്പുലികള്, കുറുക്കന്മാരൊക്കെ
സ്വൈര്യവിഹാരം നടത്തുന്ന വിജനമായ സ്ഥലമായിരുന്നു. എന്താ എസെക്കിയേൽ 38:8 നമ്മൾ വായിച്ചത്? ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ തന്നെ. വചനമറിയാവുന്ന ദൈവമക്കൾ സന്തോഷിച്ച് ആ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ കൃഷിയില്ലാതെ, ആൾപ്പാർപ്പില്ലാതെ, ഈ മൃഗങ്ങളൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന ശൂന്യമായി ആ ദേശം കിടക്കുന്ന സമയം യഹൂദൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ആരംഭം മുതൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഹൂദനെ ഏറ്റവും അധികം ആദ്യം പീഡിപ്പിച്ചത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. യൂറോപ്പിലുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചവർ ഇവരാണ്. അതുകൊണ്ട് ഈ ശപിക്കപ്പെട്ടവന്മാർ വധിക്കപ്പെടേണ്ടുന്നവരാണെന്ന നിലയിൽ അതിക്രൂരമായി അവരെ പീഡിപ്പിച്ചു. സ്പെയിനിലൊക്കെ സ്പാനിഷ് ഫ്ലൂ പടർന്നു പിടിച്ചപ്പോ ഈ പകർച്ചവ്യാധി ഉണ്ടായി. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കാൻ കാരണം യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്ന ഈ യഹൂദന്മാര് നമ്മുടെ രാജ്യത്ത് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ശപിക്കപ്പെട്ടവന്മാരെ കൊന്നുകളയണമെന്ന നിലയിൽ ആയിരക്കണക്കിന് യഹൂദന്മാരെ അവിടെ കൊന്നുകളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദൻ അതിക്രൂരമായ നരനായാട്ടിന് വിധേയരാകുകയാണ്. ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് അവർ അഭയാർത്ഥികളായി ഓടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ ഇടയിൽ ചിന്ത വന്നത്, എത്ര നാൾ ഇങ്ങനെ ഓടും, എത്ര നാൾ ഇങ്ങനെ അഭയാർത്ഥികളായി മറ്റ് രാജ്യങ്ങളുടെ ദയ പ്രതീക്ഷിച്ച് നമ്മൾ അഭയാർത്ഥികളായി ഓടി നടക്കും? സ്വന്തമെന്ന് പറയാൻ നമുക്കൊരു ഇടം വേണ്ടേ? അങ്ങനെ സ്വന്തമെന്ന് പറയാൻ ഒരു ഇടമുണ്ടെങ്കിൽ 1700 വർഷങ്ങൾക്ക് പിറകിൽ നമ്മൾ കുടിയിറങ്ങിപ്പോന്ന നമ്മുടെ മാതൃദേശമാണ്. ആ ദേശത്തേക്ക് ഇനി എങ്ങനെ പോകാനാണ്? ഓട്ടോമൻ തുർക്കികളാണ് അന്ന് ആ ദേശം കൈവശം എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണെന്ന് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് യഹൂദന്മാർ ഒരു സംഘടന രൂപീകരിച്ചു. എന്നിട്ട് അവിടേക്ക് പണം കളക്ട് ചെയ്തു. പണം കളക്ട് ചെയ്തിട്ട് മടങ്ങിപ്പോകാൻ ആഗ്രഹമുള്ള യഹൂദന്മാർക്ക് അവരുടെ പൂർവ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ അവസരമൊരുക്കി. ചുമ്മാ ഇങ്ങോട്ട് വരികയായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ആ ദേശം കൈവശം വെച്ചിരുന്ന അറബികൾക്ക് പണം കൊടുത്ത് ആ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ചോദിച്ച പണം കൊടുത്ത് ആ ദേശത്ത് അവർ ഏക്കർ കണക്കിന് സ്ഥലം വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് അവർ വീട് വെച്ച് പാർത്തു. അവിടെ അവർ കൃഷി ചെയ്തു. അവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൃഷികൾ വിളഞ്ഞു. അന്നാണ് ചുറ്റുപാടുമുള്ളവർക്ക് മനസ്സിലായത്, ഇത് മരുഭൂമി പോലെ കിടക്കേണ്ടതല്ല, ഇത് ഫലഭൂയിഷ്ടമാക്കാൻ കഴിയും. മനസ്സുണ്ടെങ്കിൽ, അധ്വാനിച്ചാൽ ഇത് മലർവാടി പോലെ ആകുമെന്ന് മനസ്സിലാകുകയും ഇവിടുത്തെ സമൃദ്ധി കണ്ടുകൊണ്ട് ചുറ്റുപാടുമുള്ളവർ ഇവിടേക്ക് കുടിയേറുകയും ചെയ്തു. അങ്ങനെ കുടിയേറുന്ന സമയത്ത് യഹൂദ കുടിയേറ്റം വർദ്ധിച്ചപ്പോൾ ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം തീരുമാനിച്ചു, ഇനി അവരെ ഇങ്ങോട്ട് കയറ്റുന്നില്ല. അങ്ങനെ നിയമം മൂലം യഹൂദൻ ആ രാജ്യത്തെ ഭൂമി വിലയ്ക്ക് വാങ്ങാനോ ഇവിടെ കൃഷി ചെയ്യാനോ അവര് അവസരം കൊടുത്തില്ല. അത് നിയമം മൂലം നിരോധിച്ചു. അങ്ങനെ ഇവിടേക്കുള്ള അങ്ങനെ ഭൂമി വില കൊടുത്തു വാങ്ങി വന്ന് പാർക്കാനുള്ള അവസരവും നിഷേധിക്കപ്പെട്ട സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം ഇവിടെ നടക്കുന്നത്. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലിരുന്ന ആ സ്ഥലങ്ങൾ ബ്രിട്ടന്റെ അധീനതയിലായി. അങ്ങനെ ബ്രിട്ടൻ ബാൽഫർ വിളംബരം പ്രഖ്യാപിച്ചു. ബാൽഫർ വിളംബരത്തിലൂടെ ലോകമെമ്പാടുമുള്ള യഹൂദന് അവന്റെ മാതൃരാജ്യത്തേക്ക് മടങ്ങി വരാൻ ചരിത്രത്തിൽ എന്റെ ദൈവം അവസരം ഒരുക്കി കൊടുത്തു. കൃപയുള്ള സന്തോഷമുള്ള ദൈവമക്കൾ ആ കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ യഹൂദൻ അവിടേക്ക് മടങ്ങി വന്നു. അവര് പാർക്കുകയാണ്. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ മനുഷ്യരുമായി വലിയ സംഘടനകൾ, രക്തച്ചൊരിച്ചിലുകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 9 മണിക്ക് നിർത്തിയാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് ചരിത്രം ഒന്ന് വെട്ടിച്ചുരുങ്ങിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഓടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചുറ്റുപാടിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയ മനുഷ്യരും ഇവരുമായി വലിയ സംഘടനകൾ, രക്തച്ചൊരിച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുക. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം നടന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു. 1947 അവിടെ ഒരു പ്രമേയ വോട്ടിങ്ങിന് വന്നു.
ഇസ്രായേലിനെ ഒരു രാജ്യമാക്കണമോ വേണ്ടയോ? 13 രാജ്യങ്ങൾ ശക്തമായി വാദിച്ചു ഇസ്രായേൽ എന്ന രാജ്യം ഭൂമിയിൽ വേണ്ട. എന്നാൽ 13-നെതിരെ 33 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു ഇസ്രായേൽ എന്ന രാജ്യം വേണമെന്ന്. അങ്ങനെ ഐക്യരാഷ്ട്രസഭ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ ചിന്ത വന്നു, അങ്ങനെ അവരെ ഒരു രാജ്യമാക്കുകയാണെങ്കിൽ എവിടെ രാജ്യമാക്കണം? മിക്കവാറും എല്ലാ രാജ്യങ്ങളും പറഞ്ഞു പണ്ടവരായിരുന്നതും ഇപ്പോൾ അവർ കുടിപാർക്കുന്നതുമായ ദേശത്ത് അവരെ രാജ്യമാക്കണ്ട. എന്തുകൊണ്ടാക്കണ്ട? അവരുടെ ചുറ്റുപാടും പാർക്കുന്നത് അതിനോട് താല്പര്യമില്ലാത്ത, അതിനെ എതിർക്കുന്ന രാജ്യങ്ങളാണ്, മനുഷ്യരാണ്. അതുകൊണ്ട് അവരുടെ ആ വൈരാഗ്യത്തെ, അവരുടെ ആ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ഇവരെ നമ്മൾ ബലപ്രയോഗത്തിലൂടെ അവിടെ ഒരു രാജ്യമാക്കിയാൽ ആ രാജ്യങ്ങളും ഇവരും തമ്മിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കും, സംഘടന നടന്നുകൊണ്ടിരിക്കും, രക്തച്ചൊരിച്ചിലുകൾ, പെടുമരണങ്ങൾ നടക്കും. ലോകത്തിന് എന്നും അത് തലവേദനയാണ്, കീറാമുട്ടി പ്രശ്നമാണ്. അതുകൊണ്ട് ഇസ്രായേലിന് ഒരു രാജ്യം വേണം. പക്ഷെ അവിടെ അവരെ രാജ്യമാക്കണ്ട. പിന്നെ എവിടെ വേണം? ആഫ്രിക്കയിൽ അല്പം ഭൂമി വേർതിരിച്ച് അവിടെ അവരെ രാജ്യമാക്കാം. ഫ്രാൻസിൽ അല്പം ഭൂമി വേർതിരിച്ച് അവരെ അവിടെ രാജ്യമാക്കാം. ഏകദേശം ഫ്രാൻസ് എന്ന ധാരണയിൽ എത്തി. പക്ഷേ ഫ്രാൻസിൽ നടന്നില്ല, യൂറോപ്പിൽ നടന്നില്ല, ആഫ്രിക്കയിൽ നടന്നില്ല. എന്താ നടക്കാഞ്ഞത്? എസെക്കിയേൽ 11:17 വായിച്ച്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. എസെക്കിയേൽ 11:17. ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ആവർത്തനം 28:64 ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങളെ ചിതറിക്കുമെന്ന് പറഞ്ഞ ദൈവം ചിതറിച്ചു. എന്നാൽ എസെക്കിയേൽ 11:17 എന്റെ ദൈവം പറഞ്ഞു, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങളെ ചിതറിച്ചാലും ചിതറിപ്പോയ സകല രാജ്യത്തു നിന്നും നിങ്ങളെ മടക്കി വരുത്തുക മാത്രമല്ല, ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് അവകാശമായി തരും. ആ ദേശം തിരികെ കൊടുക്കാമെന്ന് എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭ യൂറോപ്പ് നോക്കിയാലും ആഫ്രിക്ക നോക്കിയാലും ഫ്രാൻസ് നോക്കിയാലും കാര്യം നടക്കുകയില്ല. കാരണം കാര്യങ്ങളുടെ കടിഞ്ഞാൻ കയ്യിലുള്ളത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മനുഷ്യരല്ല, അത്യുന്നതനായ സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, മനുഷ്യരെന്തെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും ദൈവത്തിന്റെ നിർണയമേ നടക്കൂ, ദൈവത്തിന്റെ പദ്ധതിയെ നടക്കൂ. അതുകൊണ്ട് ദൈവം പറയുന്നത്, ഞാൻ നിർണയിച്ചിരിക്കുന്നു, ഞാനത് നിവർത്തിക്കും. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ അതരം പൂട്ടിയിരിക്കാതെ അതരം തുറന്ന് സ്തോത്രം ചെയ്തു പറ, ദൈവത്തിന്റെ പദ്ധതിയെ നടക്കൂ, ദൈവത്തിന്റെ നിർണയമേ നടക്കൂ, ദൈവത്തിന്റെ ഹിതമേ നടക്കൂ. മറ്റെല്ലാ പദ്ധതികളും ഉയർന്നു പൊങ്ങി വന്നാലും അതിനെ തകർക്കുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് തിരിച്ചറിയുന്ന അഭിഷേകന്മാർ, ദൈവമക്കൾ കരമടിച്ച് അല്പ നിമിഷം അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. രാത്രി കർത്താവ് ചിലരോട് പറയുന്നു, ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട, നിരാശപ്പെടണ്ട. സാഹചര്യങ്ങൾ പറയുന്നത് വിശ്വസിക്കണ്ട, മനുഷ്യർ പറയുന്നത് വിശ്വസിക്കണ്ട, മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ട് അത്ര ഗൗരവമായി എടുക്കണ്ട. കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറ, ദൈവത്തിന്റെ പദ്ധതിയെ നടക്കൂ, ദൈവിക നിർണയമേ നടക്കൂ. ദൈവത്തിന്റെ പദ്ധതികൾ മാത്രമേ എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയുടെ മേൽ, എന്റെ മേൽ നിറവേറപ്പെടുകയുള്ളൂ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ അവരെ അവിടെ രാജ്യമാക്കാൻ തീരുമാനിച്ചു. 1948 മെയ് മാസം 14 ടെൽ അവീവ് അവരുടെ തലസ്ഥാനം.
അവരുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയോൻ, അവരുടെ ആദ്യത്തെ പ്രസിഡന്റ് സാർ വെയ്സ്മാൻ. നക്ഷത്ര കൊടി അവരുടെ ദേശീയ പതാക അത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് 1948 മെയ് മാസം 14 ഇസ്രായേൽ എന്ന രാജ്യം ചരിത്രത്തിൽ നിലവിൽ വന്നു. നമ്മൾ എസെക്കിയേൽ 38:8 എന്താ വായിച്ചത്? നിങ്ങളെ ഞാൻ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, അവർ ആ ദേശനിവാസികൾ ആ ദേശത്തുനിന്ന് പോയി കഴിയുമ്പോൾ അവിടെ നിരന്തര ശൂന്യമായി കിടക്കും. എന്നാൽ ശൂന്യതയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് ദൈവം അവരെ മടക്കി വരുത്തും. അവർ മടങ്ങി വന്ന് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കാലമുണ്ടാകും. ആ കാലത്ത് ഈ യുദ്ധം നടക്കും. അങ്ങനെയാണെങ്കിൽ ചിതറിപ്പോയത് സത്യമാണെങ്കിൽ, മടക്കി വരുത്തിയത് സത്യമാണെങ്കിൽ, ഇന്ന് അവരവിടെ പാർക്കുന്നത് സത്യമാണെങ്കിൽ, അനധിവിദൂര ഭാവിയിൽ നടക്കുമെന്ന് പറയുന്ന യുദ്ധവും നടന്നിരിക്കും. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 ചിന്തകൾ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് തന്ന് വേഗത്തിൽ ഞാൻ ഉപസംഹരിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ചിന്ത, ആ യുദ്ധത്തിന്റെ കാരണം എന്താണെന്നാണ്. ആ യുദ്ധത്തിന്റെ കാരണമാണ് ഇവിടെ സെഖര്യാവ് പറയുന്നത്. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും, അതിനെ ചുമക്കുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. പ്രിയരെ, എന്താ ഈ പാലസ്തീൻ പ്രശ്നം? പാലസ്തീൻ പ്രശ്നം എന്ന് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. എല്ലാ ദിവസവും പ്രഭാതാഭിവാദനങ്ങൾ എന്തിക്കൊണ്ട് നമ്മുടെ കരങ്ങളിൽ പറന്നെത്തുന്ന വർത്തമാന പത്രങ്ങൾ, നമ്മുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ, അതിലൂടെയൊക്കെ വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും നിരപരാധികളായ മനുഷ്യരുടെ രക്തം വീണ മണ്ണ് ചുവന്നു തൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജീവൻ വാരിപ്പിടിച്ച് എത്രയോ ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് അവരെ മനുഷ്യർ പാർത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം പറയാം. ഒന്ന് വളരെ ശ്രദ്ധിക്കുക, എന്നിട്ട് ഈ ഭാഗത്തേക്ക് വരാം. പ്രിയരെ, എന്താ പാലസ്തീൻ പ്രശ്നം? 1948 ഇസ്രായേലിനെ രാജ്യമാക്കി മാറ്റുമ്പോൾ ചുറ്റുപാടുമുണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ ഒരിക്കലും അത് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് അവര് കൈയടിച്ച് സ്വീകരിക്കുകയായിരുന്നില്ല, തോക്കുകൊണ്ട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ പേടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അവർ വിചാരിച്ചത് ഇവർ രാജ്യമാക്കിയാലും യുദ്ധം ചെയ്ത് അവരെ തീർക്കാമെന്നായിരുന്നു. എന്നാൽ 1949 അറബ് രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. 1956 അറബ് രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നു. ആ യുദ്ധത്തിലും ഇസ്രായേൽ ജയിച്ചു. അതിൽ പ്രസിദ്ധമായൊരു യുദ്ധമാണ് 1967 യുദ്ധം. ആ യുദ്ധത്തിന് ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. അതിനു മുമ്പ് മറ്റൊരു ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. 1948 ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭ ഒരു രാജ്യമായി അംഗീകരിക്കുമ്പോൾ 2 നിബന്ധനകൾ വെച്ചിരുന്നു. ഒന്ന്, ഈ ദാവീദിന്റെ കാലം മുതൽ നിങ്ങളുടെ തലസ്ഥാന നഗരി യെരൂശലേമായിരുന്നു. ആ യെരൂശലേമിന് വേണ്ടി മറ്റു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ട് യെരൂശലേം നിങ്ങൾക്കും വേണ്ട, അവർക്കും വേണ്ട. യെരൂശലേം ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സ്വതന്ത്ര പ്രദേശമായിരിക്കണം. അത് നിങ്ങൾ അംഗീകരിക്കണം. 2, നിങ്ങളുടെ ദൈവാലയം ഇരുന്ന സ്ഥാനത്ത് മറ്റൊരു മതത്തിന്റെ ദൈവാലയം ഇരിക്കുന്നു. ആ ദൈവാലയം തകർത്ത് നിങ്ങളുടെ ദൈവാലയം പണിയാൻ പാടില്ല. ഈ 2 നിബന്ധനകൾ മനസ്സോടെ യഹൂദൻ അംഗീകരിച്ചു. അങ്ങനെയാണ് അവരെ രാജ്യമാക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. 1949, 56 യുദ്ധം കഴിഞ്ഞ് 1967 യുദ്ധത്തിൽ അന്ന് ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ നാസർ, തൊട്ടടുത്തുണ്ടായിരുന്ന ഇറാഖ്, സിറിയ, ലെബനൻ, അതുപോലെ തന്നെ യോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ, 6-7 അറബ് രാജ്യങ്ങൾ, ഈ അറബ് രാജ്യങ്ങൾക്ക് അന്ന് സഹായം ചെയ്തുകൊണ്ടിരുന്നത് സോവിയറ്റ് യൂണിയനാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന വിദഗ്ധമായ ആയുധങ്ങൾ അയച്ചു കൊടുത്തു, പോർവിമാനങ്ങൾ ഇവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ പുതിയ ടാങ്കുകൾ കൊടുത്തു. എക്കാലവും അമേരിക്കയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത്. അന്ന് അമേരിക്ക ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ഉഴലുകയാണ്. അമേരിക്ക ഇവരെ സഹായിക്കാൻ വന്നില്ല. അതുമാത്രമല്ല, യുദ്ധം നിയന്ത്രിക്കാൻ 10,000 എഞ്ചിനീയേഴ്സിനെയാണ് സോവിയറ്റ് യൂണിയൻ ഈ അറബ് രാജ്യങ്ങൾക്ക്, ഈ ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾക്ക് അയച്ചു കൊടുത്തത്. അതുകൊണ്ട് 100% ആ യുദ്ധത്തിൽ വിജയം ഉറപ്പായിരുന്നതുകൊണ്ട് ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ നാസർ ഒരു പ്രഖ്യാപനം നടത്തി. അതാണ് ഇന്ന് വല്ലപ്പോഴുമൊക്കെ അറബ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ കൂടെ പറയുന്നത്, ഇസ്രായേലിനെ ഇനി ലോക ഭൂപടത്ത് കാണില്ല, ഞങ്ങൾ മായിച്ചു കളയും.
നിങ്ങൾ എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? ഇസ്രായേലിനെ ലോക ഭൂപടത്ത് ഇനി കാണില്ല, ഞങ്ങൾ മായിച്ചു കളയും. കാരണം അത് നടക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സോവിയറ്റ് യൂണിയൻ എന്ന വൻ ശക്തി കൂടെയുണ്ട്. 10,000 എഞ്ചിനീയേഴ്സ് യുദ്ധം ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അത്യാധുനികമായ ആയുധങ്ങളുണ്ട്, യുദ്ധ ടാങ്കുകളുണ്ട്, പോർ വിമാനങ്ങളുണ്ട്. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയൊട്ടില്ലാതാനും. അങ്ങനെ 1960 ലോക മാധ്യമങ്ങൾ പോലും ഇനി ഇസ്രായേൽ എന്ന രാജ്യം ലോകത്ത് കാണില്ല എന്ന് ചിന്തിച്ചു. എന്നാൽ 1967 ആ യുദ്ധത്തിൽ 6 ദിവസം കൊണ്ട് ഇസ്രായേൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പറപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയാം, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു രാജ്യത്തെക്കുറിച്ച് എന്റെ തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച്, അവളെക്കുറിച്ച്, ആ രാജ്യത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർത്തിയാകുന്നിടം വരെ, അതിനു മുമ്പ് അവരെ തകർക്കാൻ ഏതെല്ലാം ശക്തികൾ തട്ടിട്ട് തുള്ളിയാലും അവന്റെ ഒരു തലമുടി നാരിനെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ, കൃപ ലഭിച്ച അഭിഷക്തന്മാർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറഞ്ഞ്, ഞാൻ ചോദിക്കാതെ ഒരു ജീവിതം ദൈവം എനിക്ക് തന്നു. എന്നോട് ഞാൻ ആവശ്യപ്പെടാതെ എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്റെ ദൈവം തയ്യാറാക്കി. മുൻ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതി. ആ ദൈവിക പദ്ധതിയുടെ നിവർത്തിക്കായി എന്റെ ദൈവം ഒരു ജീവിതം എനിക്ക് ഈ മണ്ണിൽ തന്നെങ്കിൽ, എന്റെ കൊച്ചു ജീവിതം കൊണ്ട് തന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക്, ദൈവനാമത്തിന്റെ മഹത്വത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്നിലൂടെ നിവർത്തിച്ചു തീരുന്നിടം വരെ ഒരു ശക്തിയും ഒരു കേടും വരുത്താതെ തന്റെ സുരക്ഷിത വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്നറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഈ രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചില ഭയങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ദുഷ്ടന്റെ വെല്ലുവിളികൾ ഈ രാത്രി നിർവീര്യമാകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് പറയാൻ എന്നോട് പറയുന്നു, റോമിലേക്ക് പോകുന്ന ആ കപ്പലിൽ, ഹല്ലേലൂയ, വീശിയടിക്കുന്ന കാറ്റിൽ, തള്ളിക്കയറുന്ന തിരയിൽ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ, പ്രാണഭയത്തിൽ എല്ലാവരും അലറിക്കരയും അളവിൽ പൗലോസ് അപ്പമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ വാഴ്ത്തി പറയുകയാണ്. സഹോദരന്മാരെ, കപ്പൽ തകരും, പക്ഷേ നമ്മുടെ പ്രാണങ്ങൾക്ക് ഹാനി വരികില്ല. എന്തുകൊണ്ട് വരില്ല? എന്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൗലോസേ, ഭയപ്പെട, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ പ്രാണനെയും ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. നീ യെരൂശലേമിൽ എന്നെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമിൽ എന്നെ കുറിച്ച് സാക്ഷീകരിക്കേണ്ടതാകുന്നു. കാറ്റുകൾ എത്ര വീശി അടിച്ചാലും, തിരകൾ എത്ര തള്ളി കയറിയാലും ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ഇന്ന് രാത്രി തോന്നിയാലും ഇല്ല. ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് കാണുന്ന പ്രതിസന്ധിയെ നീന്തി കടക്കത്തക്ക നിലയിൽ ഒരു ദൈവമഹത്വമുണ്ടെന്ന് ഈ രാത്രി ആത്മാവ് പ്രവചനമായി ദൂത് പറയുമ്പോൾ വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അങ്ങനെ ഒരു ദൂത് പരിശുദ്ധാത്മാവിനോട് പറയും. കപ്പല് തകർന്നാലും, കാറ്റു വീശി അടിച്ചാലും, തിര തള്ളിക്കയറിയാലും നീ അതിനെ നീന്തിക്കടക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആ കപ്പൽ തകർന്നു കേട്ടോ, അവർ വെള്ളത്തിൽ അകപ്പെട്ട് കേട്ടോ, പക്ഷെ തമ്പുരാനാ പറഞ്ഞത് ആരുടെയും പ്രാണന് ഹാനി വരികയില്ലെന്ന്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രതിസന്ധിയെ നീ നീന്തി കടക്കും, ഈ തിരയെ നീ നീന്തി കടക്കും, ഈ കാറ്റിനെ നീ അതിജീവിക്കും. കൃപയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആധാരം തുറന്ന് സ്തോത്രം ചെയ്ത് വിശ്വാസത്താൽ പറ, ഈ പ്രതിസന്ധിയെ ഞാൻ അതിജീവിക്കും, ഈ തിരയെ ഞാൻ അതിജീവിക്കും, ഈ കാറ്റിനെ ഞാൻ അതിജീവിക്കും. അങ്ങനെ ഒരു ദൈവ ശക്തി ഇന്ന് രാത്രി ചിലരുടെ മേൽ കർത്താവ് അയക്കുന്നത് എനിക്ക് വ്യക്തമായി ഈ രാത്രി ബോധ്യമാകുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ 1967 യുദ്ധത്തിൽ
കരം ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ എന്ന് പറയാം. 1967 യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭ സ്വതന്ത്ര പ്രദേശമായിരിക്കണമെന്ന് പ്രഖ്യാപിച്ച കിഴക്കൻ യെരൂശലേം ഇസ്രായേൽ പിടിച്ചെടുത്തു. നല്ല ആമേൻ എന്ന് പറയാം. അവിടം തൊട്ടാണ് പ്രശ്നം കുഴഞ്ഞു മറിഞ്ഞത്. അവര് തിരിച്ച് അന്ന് ഗോലാം കുന്നും പല സ്ഥലങ്ങൾ പിടിച്ചെടുത്തത് പലതും പിന്നെ അവര് തിരിച്ചു കൊടുത്തു. പക്ഷെ അവര് പറയുന്നത്, മറ്റവര് പറയുന്നത് അതൊന്നും പോരാ. നിങ്ങളെ രാജ്യമാക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞതെന്താ? നിങ്ങൾക്കും വേണ്ട ഞങ്ങൾക്കും വേണ്ട യെരൂശലേം. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര പ്രദേശമായിരിക്കണമെന്നാ. നിങ്ങളത് പിടിച്ചു തിരിച്ചു കൊടുക്കണം. ഇസ്രായേൽ എന്താ ചെയ്തെന്നറിയാമോ? അതവരുടെ തലസ്ഥാനം കൂടെ ആക്കി പിന്നീട്. പക്ഷെ ഐക്യരാഷ്ട്രസഭയോ ലോകരാജ്യങ്ങളോ അത് അംഗീകരിച്ചിരുന്നില്ല, ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ലോക മാധ്യമങ്ങൾ എഴുതി കാണിക്കുന്നത് ടെൽ അവീവ് എന്നാ. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞു ടെൽ അവീവ് അല്ല, യെരൂശലേമാണ് ഇസ്രായേലിന്റെ തലസ്ഥാനം. അവരത് അംഗീകരിച്ചു. അവരോട് ചുറ്റിപ്പറ്റിയ കുറച്ച് രാജ്യങ്ങളും അത് അംഗീകരിച്ചു. പക്ഷെ നിയമപരമായ ഐക്യരാഷ്ട്രസഭ, എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? അത് അംഗീകരിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരിക. ഇപ്പോഴേ ഈ ഹമാസ് എന്ന് പറയുന്ന ആ സംഘടന ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. അതിൻ്റെ അലയൊലികൾ തീർന്നിട്ടില്ല. ഗാസ മുഴുവൻ അവർ നശിപ്പിച്ചു കളഞ്ഞു. ഇന്നും ആ യുദ്ധത്തിൻ്റെ പോർവിളികൾ നടന്നുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങൾ, സ്ത്രീകളും അല്ലേ, അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് നനയുകയാണ്. പ്രിയരെ, നമ്മളൊക്കെ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് അങ്ങ് ഇടപെട്ടുകൂടെ? ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെട്ടിട്ട് പാലസ്തീനും ഒരു രാജ്യം കൊടുത്തുകൂടെ? എനിക്ക് ഈ ലൈവ് പോകുന്നതുകൊണ്ട് ഒത്തിരി കാര്യം തുറന്നു പറയാൻ പറ്റില്ല. ഇത് പ്രൈവറ്റ് ആയിട്ടേ ഇടാവുള്ളൂ, തുറന്നിട്ട്. പ്രിയരെ, ഇതെന്താ കുഴപ്പമെന്നറിയാവോ? 2 രാജ്യങ്ങളായി ഐക്യരാഷ്ട്രസഭ അന്നേ തീരുമാനിച്ചതാ. ഇവര് രാജ്യമാകുന്നതിന് ഇസ്രായേൽ എതിരുമല്ല. പക്ഷെ ഇവര് പറയുന്നത് ഞങ്ങൾ മാത്രം രാജ്യമായാൽ മതി, ഇസ്രായേൽ വേണ്ട. ഐക്യരാഷ്ട്രസഭയുടെ നിബന്ധന അംഗീകരിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കേണ്ടി വരും. ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ രാജ്യമായി മാറാതിരുന്നത്. ഇനി ഒരു സ്വതന്ത്ര പാലസ്തീൻ രാജ്യം ഇവർക്ക് വേണം. അങ്ങനെ ഒരു പാലസ്തീൻ രാജ്യം അനുവദിച്ചാൽ അടുത്ത നിബന്ധന എന്താണെന്നറിയാവോ? ഞങ്ങളുടെ തലസ്ഥാനം യെരൂശലേമായിരിക്കണം. ഒരു നല്ല ആമേൻ എന്ന് പറ. എൻ്റെ കയ്യിൽ പേപ്പർ കട്ടിംഗ് ഉണ്ട്, ഇന്ന് രാത്രി ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് രാജ്യങ്ങളുമായി ഒരു ചർച്ച നടത്തി ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ. അപ്പൊ സൗദിയിലൊക്കെ എത്തിയപ്പോൾ അറബ് രാജാക്കന്മാർ, അറബ് പ്രതിനിധികൾ, പ്രത്യേകിച്ച് സൗദിയൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഒരു പാലസ്തീൻ രാജ്യം സ്ഥാപിച്ച് ഈ പ്രശ്നം തീർക്കാൻ തയ്യാറാ. പക്ഷേ അങ്ങനെ ഒരു പാലസ്തീൻ രാജ്യം ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ തലസ്ഥാനം യെരൂശലേമായിരിക്കണം. യെരൂശലേം തലസ്ഥാനമാക്കിയുള്ളൊരു സ്വതന്ത്ര പാലസ്തീൻ രാജ്യം എന്ന ഒരു നിബന്ധനയല്ലാതെ വേറൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ എവിടെയാ തട്ടി വീണ് കിടക്കുന്നെന്നറിയാമോ? എല്ലാവരും നല്ല ആമേൻ പറഞ്ഞ് യെരൂശലേമിന്റെ പേരിലാണ്. സെക്കരിയാവ് എന്താ പറയുന്നത്? അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. പ്രിയരെ, ഐക്യരാഷ്ട്രസഭയുടെ നയപരമായ ചർച്ചയിലൂടെ യെരൂശലേം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. യെരൂശലേം പ്രശ്നത്തിന്റെ പേരിൽ ഒരു വലിയ യുദ്ധം ഇവിടെ നടക്കും. ചൈനയുടെ, റഷ്യയുടെ, ഇറാന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ചേരി ഇവിടെ തിരിയും. അങ്ങനെ തിരിഞ്ഞ് യെരൂശലേമിന്റെ പേരിൽ ഇസ്രായേലിനെതിരെ യുദ്ധം നടക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ പോലും ഇസ്രായേലിന് സപ്പോർട്ടായി ഉണ്ടായിരിക്കുകയില്ല. ഏകദേശം ഇസ്രായേൽ ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിൽ ഉണ്ടാകും. എന്നാൽ ഇന്ന് രാത്രി അതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ യുദ്ധവും ദൈവസഭയും തമ്മിലൊരു ബന്ധമുണ്ട്.
ഒരു നല്ല ആമേൻ കരമുയർത്തി സ്തോത്രം ചെയ്ത് പറ. എന്താ യുദ്ധം നടക്കാത്ത? ചൈനയും റഷ്യയും ഇറാനും എല്ലാം കൂടെ യെരുശലേമിന്റെ നേതൃത്വത്തിൽ, യെരുശലേമിന്റെ പേരിൽ രക്തരൂക്ഷിതമായ ഒരു യുദ്ധം എന്താ നടത്താത്തത്? കോടിക്കണക്കിന് മനുഷ്യർ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടുന്ന ആ യുദ്ധം എന്താ ഇവിടെ സംഭവിക്കാത്തതിന്റെ കാരണം ഞാൻ പറയാം. ആ യുദ്ധവും ദൈവസഭയും തമ്മിലൊരു ബന്ധമുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി മതി. കരവ് ശബ്ദം ഉയർത്തിയുടെ നല്ല ആമേൻ എന്ന് പറയാം. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇവിടെ രംഗപ്രവേശനം ചെയ്യാൻ അവസരം കാത്തു നിൽക്കുകയാണ്. കറ്റന് പിറകിൽ നിന്ന് എത്തി നോക്കാൻ അല്ലാതെ ഭരണാധികാരി എന്ന നിലയിൽ അവന് വെളിപ്പെടാൻ കഴിയുന്നില്ല. എന്താ കഴിയാത്തത്? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ദൈവത്തിന്റെ സഭയും സഭയോട് കൂടെ പരിശുദ്ധാത്മാവും ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇനി ശ്രദ്ധിക്കുക. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത്. ലീഗ് ഓഫ് നേഷൻസിന് 2-ാം ലോക മഹായുദ്ധത്തെ ഒഴിവാക്കാൻ പറ്റിയില്ല. ലീഗ് ഓഫ് നേഷൻസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് 2-ാം ലോക മഹായുദ്ധം ഇവിടെ നടന്നു. 2-ാം ലോക മഹായുദ്ധത്തിലാണ് 1945 ഓഗസ്റ്റ് മാസത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ അമേരിക്ക കൊണ്ട് അണുബോംബിട്ടത്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഉരുകി മരിച്ചത്. ലോക മനസ്സാക്ഷി ഉണർന്നു. ഓരോ രാജ്യങ്ങൾ അണുവായുധങ്ങൾ ഉണ്ടാക്കി മറ്റൊരു രാജ്യത്ത് കൊണ്ടിട്ടാൽ ഭൂമി കാണില്ല, മനുഷ്യര് തന്നെ കാണില്ല. അതുകൊണ്ട് 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ കാരണമുണ്ടാകുമല്ലോ. ആ കാരണം പറഞ്ഞ് പരിഹരിച്ച് യുദ്ധമില്ലായ്മയാകണം. അതിന് നമുക്കൊരു സ്വതന്ത്ര പ്ലാറ്റ്ഫോം വേണം. അങ്ങനെ ഉണ്ടായതാണ് ഐക്യരാഷ്ട്രസഭ. ഇന്ന് രാത്രി എന്റെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയ്ക്ക് യുദ്ധം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞോ? ഇല്ല. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന ശേഷവും എത്ര യുദ്ധങ്ങൾ നടന്നു. റഷ്യ യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വർഷം 1 കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക്, അതിന്റെ ജനറൽ സെക്രട്ടറിക്കൊക്കെ അതിനോട് അമർച്ചയായി റഷ്യയോട് അരുതെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇസ്രായേലും ഹമാസും തമ്മിലുള്ള രക്തരൂക്ഷിതമായ യുദ്ധം അമർച്ചയായി അത് പാടില്ലെന്ന് പറയാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. എന്താ കഴിയാത്തത്? ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാനത്തിരിക്കുന്നവരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അമേരിക്ക, ചൈന, റഷ്യ, ബ്രിട്ടൻ പോലെയുള്ള വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ്. ഒരു നല്ല ആമേനൊന്ന് പറ. അമേരിക്ക ഒരു പ്രമേയം കൊണ്ടുവരുമ്പോൾ റഷ്യ വീറ്റോ ചെയ്യും. റഷ്യ ഒരു പ്രമേയം കൊണ്ടുവരുമ്പോൾ അമേരിക്ക വീറ്റോ ചെയ്യും. അവരിൽ ആരാ മൂത്തതെന്ന അവരുടെ ചിന്ത. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുന്നെന്നാണ് ചിന്ത. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന ശേഷവും യുദ്ധം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നതുപോലെ, 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നതുപോലെ അടുത്ത യുദ്ധത്തോടുകൂടെ ഇവിടെ നിലവിൽ വരുന്ന വ്യവസ്ഥിതിയാണ് എതിർ ക്രിസ്തുവിന്റെ വ്യവസ്ഥിതി. രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ യെരുശലേമിന്റെ പേരിൽ നടക്കുമ്പോൾ അത് പരിഹരിക്കാമെന്ന വ്യാജേന എതിർ ക്രിസ്തു ഇവിടെ ഭരണാധികാരിയായി രംഗപ്രവേശനം ചെയ്യും. എന്നാൽ ആ യുദ്ധം നടക്കുന്നതിന് മുമ്പ്, എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു മഹാത്ഭുതം ഇവിടെ സംഭവിക്കും. ഏതാണ് ആ മഹാത്ഭുതം? ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദവുമായി ആകാശമേഘത്തെ തേരാക്കി തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരും. കരമുയർത്തി ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ. കാലത്തിന്റെ ചുവരെഴുത്തുകൾ നിങ്ങൾ വായിക്കുന്നുണ്ടോ? കാലഘടികാരത്തിന്റെ മണിനാദ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്നുണ്ടോ? ആനുകാലിക സംഭവങ്ങൾ ബൈബിൾ വീക്ഷണത്തിൽ വിശകലനം ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും, ഇനി
എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് എല്ലാവരും ആധരങ്ങൾ തുറന്ന് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്തു പറഞ്ഞ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുകയാണ്. കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകുന്നു. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ, ആ ഉറപ്പുള്ള ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് യോഗമുണ്ട്. അതിനു മുമ്പ് ഒരു പ്രത്യാശയുടെ ഗീതം. നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ സമാപന രാത്രിയാണല്ലോ ഇന്ന് രാത്രി. യേശു കർത്താവിന്റെ മടങ്ങി വരവ് പടിവാതിൽക്കൽ എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. അധരങ്ങൾ തുറന്ന് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും അടിച്ചു തുടങ്ങാം. ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ അധരങ്ങളും തുറന്ന് ഒരുമിച്ച് പാടി കർത്താവിന് നന്ദി പറയാം. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ ഒരുങ്ങിടുന്നു. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ ഒരുങ്ങിടുന്നു. ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ ഒരുങ്ങിടുന്നു. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ ഒരുങ്ങിടുന്നു. അമ്പരത്തിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നതാ, അമ്പരപ്പിനാലി ലോകം നടുങ്ങിടുന്നിതാ. അമ്പരത്തിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നതാ, അമ്പരപ്പിനാലി ലോകം നടുങ്ങിടുന്നിതാ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ നീ ഒരുങ്ങിടുന്നു. ആമേൻ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ നീ ഒരുങ്ങിടുന്നു. ആമേൻ. നീക്കും ലോകവാഴ്ച യേശു രാജരാ, ഓ സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധത. ആമേൻ. നീക്കും ലോകവാഴ്ച യേശു രാജരാജനാ, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധത. ആമേൻ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ നീ ഒരുങ്ങിടുന്നു. ആമേൻ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ നീ ഒരുങ്ങിടുന്നു. ആമേൻ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായി, ഓ പൊൻകുടീടം ചൂടി തേജം പൂർണ്ണനായി. ആമേൻ. മുൾമുടി അണിഞ്ഞു രക്തധാരി, ഓ പൊൻകുടീടം ചൂടി തേജം പൂർണ്ണനായി. യേശു വരുന്നേ, യേശു വരുന്നേ, ആമേൻ. വരവിനായി തൻ വചനം പോലെ, ഓ ആമേൻ, ആമേൻ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ നീ ഒരുങ്ങിടുന്നു. ആമേൻ. ദൈവം തൻ വിശുദ്ധന്മാരിൽ ഓ നീക്കിയേകും നിത്യജീവൻ എന്നേക്കുമാ. ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ണുനീരെല്ലാം നീക്കിയേകും നിത്യജീവൻ. ആമേൻ, ആമേൻ, ആമേൻ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ നീ ഒരുങ്ങിടുന്നു. ആമേൻ. യേശു വരുന്നേ, യേശു വരുന്നേ, ഓ വരവിനായി തൻ വചനം പോലെ നീ ഒരുങ്ങിടുന്നു. ആമേൻ. ആ സ്വർഗീയമാണ് പ്രഭാതമായിതാ, ആയൻ പ്രിയൻ വാനദൂത സേനയോടിതാ. ആ സ്വർഗീയമാണ് പ്രഭാതമായിതാ, ആയൻ പ്രിയൻ വാനദൂത. ആമേൻ, 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 ആമേൻ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോലെ നീ ഒരുങ്ങിടുന്നു. ആമേൻ. യേശു വരുന്നേ,
യേശു വരുന്നേ ആമേൻ വരവിനായി വചനപ്പോൾ നീ ഒരുങ്ങിടുന്നു ആമേൻ യേശു വരുന്നേ പൊന്നേശു വരുന്നേ ആമേൻ വരവിനായി വചനപ്പോൾ നീ ആമേൻ 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 യേശു വരുന്നേ പൊന്നേശു വരുന്നേ ഓ ദീപമാമ ധൂരമാമ ആമേൻ 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 യേശു വരുന്നേ പൊന്നേശു വരുന്നേ ആമേൻ വരവിനായി വചനപ്പോൾ നീ ഒരുങ്ങിടുന്നു ആമേൻ യേശു വരുന്നേ ദീപാനരീകരേ ോരനീകം തരാജനീ ബാബാ ഓ ദീപമാഹുവേ ദീപാനഹം തുരേ ോരരാജ ഹംതരാജ ഓ ദീകമൈന ധൂരരാജ ദീപമാമ ധൂരമ ഹംതരാജ ദീപവാദരാജരേ ഹംതരേ ഗദാരരം ധൂരഗേ ഹംതരാധരാധരം ധലേഗര ഹംതരേ ഹിഗൽഷനോദാദരേ ഹംതരാധരാധരം ധീഗര ഭൈരരാജ ദീപമാമ ധൂരമാമ ഓ ദീഗരാജ ഭൈരരാജ ദീവനം ധലേഗര ഹംതരേ ധരാധരം ധലേഗര ധീഗരാധരാധരം ധീഗര ഹംതരേ ധരാധരം ധീഗവൈന ധൂരഗ ഹംതരാധരാധരം ധീഗര യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 റിഹോല ഹല്ലേലൂയ ചെയ്തരഗന അധിരഗന വൈനൽ ശബ്ദരേ അധരാധകൾ തരഗലഗന വൈനി അധുമാരഗ ശബ്ദനാദികൾ തരഗ അധുരഗന വൈനൽ ശബ്ദരേ ഈ ശബ്ദരഗ തരഗലഗന വിവാഹഗ ശബ്ദര അധീവമാഗ തരഗലഗന അസാരഗ ശബ്ദരഗന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും വരും വരും, താമസിക്കുകയുമില്ല. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്കടുത്ത് കേട്ടോ. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. മരിച്ച വിശുദ്ധർ ഉയർക്കാൻ പോകുന്നു. നാം രൂപാന്തരപ്പെടാൻ പോകുന്നു. യേശുക്രിസ്തുവിന്റെ വരവിലെടുക്കപ്പെടാൻ നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ വേഷത്തിൽ മനുഷ്യനായി മണ്ണിൽ വന്ന് യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. യേശുവേ, സ്വർഗമഹിമകളെ വെടിഞ്ഞങ്ങി മണ്ണിൽ വന്നത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അങ്ങ് ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപപരിഹാരത്തിനാണ്. യേശുവേ, ഞാൻ അങ്ങേയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു. യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? വിശ്വാസ സ്നാനം ഒരു സത്യമാണ്. നിങ്ങളത് അംഗീകരിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? വേർപെട്ട് കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ? അപ്പോസ്തലിക ഉപദേശത്തിന് വിധേയപ്പെടുന്നുണ്ടോ? അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നുണ്ടോ? അടിസ്ഥാന വേദോപദേശ സത്യങ്ങളിലേക്ക് ഈ രാത്രി കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. യേശു മടങ്ങി വരുന്നു. കൃപയിലേക്ക് വന്ന് പ്രിയപ്പെട്ടവരെ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നാം ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഭക്തിക്ക് എവിടെങ്കിലും കേടുണ്ടോ? ഭക്തിക്ക് കേട് വരുത്തുന്ന ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ? കാഴ്ചയുണ്ടോ? കേൾവിയുണ്ടോ? സംസാരമുണ്ടോ? ഇടപെടലുണ്ടോ? പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം. കണ്ണിനെ കണ്ണിന്റെ വഴിക്ക് വിടരുത്. കാലിനെ കാലിന്റെ വഴിക്ക് വിടരുത്. കയ്യെ കൈയുടെ വഴിക്ക് വിടരുത്. ചെവിയെ ചെവിയുടെ വഴിക്ക് വിടരുത്. അധരത്തെ അധരത്തിന്റെ വഴിക്ക് വിടരുത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇന്ന് രാത്രി പിടിച്ചടക്കണം കേട്ടോ. മോഡേൺ ടെക്നോളജികൾ നല്ലതാണ്, ദൈവത്തിന് സ്തോത്രം, എല്ലാം നല്ലതാണ്. പക്ഷെ പ്രപഞ്ചമോഹങ്ങളായി അത് മാറരുത്. കർത്താവിന്റെ വരവിലുള്ള കുരുക്കായി ഇന്ന് രാത്രി അത് തീരരുത്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ലോകത്തിൽ
സുബോധത്തോടും ഭക്തിയോടും നീതിയോടും കൂടെ ജീവിക്കണം. ഇന്ന് രാത്രി എനിക്ക് ഏറ്റവും വലുത് എൻ്റെ നിത്യതയാണ്, യേശുവിൻ്റെ വരവാണ്. കർത്താവേ, അങ്ങയുടെ വരവിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹമുള്ളവർ ആ വലങ്കരം മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. കരമുയർത്തിവര കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാൻ കർത്താവിൻ്റെ രാത്രി നമ്മളെ കാണട്ടെ. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വരവ് വളരെ വാതിൽക്കലാണ്. ആനുകാലിക സംഭവങ്ങൾ ബൈബിൾ പ്രവചനത്തിൻ്റെ വീക്ഷണത്തിൽ ഞങ്ങൾ വിചിന്തനം ചെയ്തു. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ് വളരെ വാതിൽക്കലാണെന്ന് ലോക സംഭവങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി അങ്ങയുടെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയോടും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള സമർപ്പണത്തോടും യോഗം കഴിഞ്ഞ് പോകാൻ കൃപ ചെയ്യണമേ. സമർപ്പിച്ച് ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കും, ദുഃഖിതരെ ആശ്വസിപ്പിക്കും, ബന്ധിതരെ സ്വതന്ത്രമാക്കും. പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ബെൻസൺ പാസ്റ്റർ കുടുംബത്തെ ഓർക്കുന്നു. തൻ്റെ സഹപ്രവർത്തകർക്കായി സ്തോത്രം. അതിൻ്റെ വലിയ വിശാലതയിലേക്ക് ദൈവം നയിക്കണമേ. അവരുടെ പ്രാർത്ഥനയുടെ കർത്താവെ ഇടിവിൽ നിൽക്കുന്നതും മധ്യസ്ഥത ചെയ്യുന്നതും നിമിത്തം ആയിരക്കണക്കിന് മനുഷ്യാത്മാക്കൾ നിത്യതയ്ക്കായി ഒരുങ്ങപ്പെടട്ടെ. നരകം കൊള്ള ചെയ്യപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. രാജ്യങ്ങൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ വിടുവിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരവും ശബ്ദം ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഈ യോഗത്തിലേക്ക് എന്നെ വിളിച്ച് ശുശ്രൂഷിക്കാൻ അവസരം തന്ന സംഘാടകർക്ക് ഒത്തിരി 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 നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദേശക്കാരൻ എൻ്റെ ഒരു സ്നേഹിതൻ അയർലൻഡിലുണ്ട്, പ്രിയ ബൈജു ബ്രദർ. അദ്ദേഹത്തെ ഇന്ന് പ്രിയപ്പെട്ട ബ്രദറിൻ്റെ നാട്ടിൽ വരാനും ഇങ്ങനെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനും ഒക്കെ ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം.